ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. KV അനിൽ എഴുതിയ നോവൽ DNA. ബാഗിലേക്ക് ധൃതി പിടിച്ച് വസ്ത്രങ്ങൾ കുത്തിനിറക്കുകയായിരുന്നു ചിലങ്ക. കൂർത്ത മിഴികളോടെ ചിലങ്കയെ നോക്കിക്കൊണ്ട് സുധ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. നീ അവൻ്റെ കൂടെ പോവാൻ തന്നെ തീരുമാനിച്ചോടി. സുധ എരിയുന്ന മിഴികളോടെ ചിലങ്കയെ നോക്കി. അതൊരു പുതിയ തീരുമാനമല്ലല്ലോ. ഒന്നിച്ച് ജീവിക്കാനല്ലേ ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടത്. എന്ത് കണ്ടിട്ടാടി നീ അവൻ്റെ കൂടെ പോകുന്നത്? സുധയ്ക്ക് ദേഷ്യം ഇരച്ചു വന്നു. അറവുകാട്ടെ അനന്തരാവകാശി കളിച്ചു നടന്നിട്ട് എന്തായി? മുഖത്തടിച്ച് ഇറക്കി വിട്ടില്ലേ അവര്? ഇനി അവൻ എന്തു ചെയ്യും? അമ്മയും പെങ്ങളെയും കൊണ്ട് കിടക്കാൻ ഒരിടം പോലും ഇല്ലാതെ അലയും. അക്കൂട്ടത്തിൽ നിന്നെ കൂടി ഊരു തണ്ടാൻ വിടാൻ പറ്റത്തില്ല. എനിക്ക് നിന്റെ ഭാവി നോക്കണം. എൻ്റെ ഭാവി ഞാനാ തീരുമാനിക്കുന്നത്. ചിലങ്ക ഒരേറ്റുമുട്ടലിന് ഒരുങ്ങി അമ്മയെ നോക്കി. അമ്മയ്ക്ക് എൻ്റെ ഭാവിയെക്കുറിച്ചും വരുമെന്ന് കരുതിയ നല്ല കാലത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് മധുരമനോഹര സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ചന്ദ്രമൗലി നാളെ അറവുകാട്ട് വീടിൻ്റെ അനന്തരാവകാശിയാകുന്നതും ഞാൻ അവിടെ രാജകുമാരിയായി വാഴുന്നതുമൊക്കെ. പക്ഷേ ഞാനൊരൊറ്റ കാര്യം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. മൗലിയുടെ കൂടെ ജീവിക്കാൻ കഴിയണമെന്ന്. കണ്ണിൽ നിന്ന് കുതിച്ചൊഴുകിയ നീർച്ചാലുകൾ ചിലങ്ക പുറം കൈകൊണ്ട് തുടച്ചു. അതുകൊണ്ട് ആരെതിർത്താലും മൗലി ഒന്ന് വിളിച്ചാൽ ഞാൻ പോകും. ഞാൻ ചാവും. സുധ വീറോടെ മകളെ നോക്കി. ആയിക്കോട്ടെ. ചിലങ്ക നിസ്സാരമായി ചുമൽ കൂച്ചി. അമ്മയുടെ പിടിവാശിക്ക് വേണ്ടി എൻ്റെ ജീവിതം കളയാൻ എനിക്ക് താല്പര്യമില്ല. പുറത്ത് അടുത്ത മഴ തുടങ്ങി. ചിലങ്ക വരാന്തയിലേക്ക് ഇറങ്ങി. അവിടെ നിന്നാൽ ചന്ദ്രമൗലിയുടെ ടാറ്റ സഫാരി വരുന്നതിൻ്റെ വെളിച്ചം കാണാം. പാലക്കാട് പോലീസ് ക്യാമ്പ് ഓഫീസിനു മുന്നിലേക്ക് വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇരച്ചുവന്ന് നിന്നു. ചന്ദ്രമൗലിയെ പിടിച്ചിറക്കി നേരെ ഹാളിലേക്കാണ് കൊണ്ടുവന്നത്. എന്നാ പിന്നെ ഇനി കുരുവിളയും രാജു നാരായണനുമൊക്കെ പൊയ്ക്കോ. SP ശങ്കർ മന്നൻ DYSP കുരുവിള ജോണിനെ നോക്കി. ചന്ദ്രമൗലിയെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ഇത്രയും പോലീസുകാരില്ലേ? അത് മതി. ഞാനും കൂടി നിൽക്കാൻ സാറേ. വീട്ടിൽ പോകണമെന്നില്ല എനിക്ക്. താൻ പക്ഷേ ഇവിടെ നിൽക്കാതെ വീട്ടിൽ പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ അവൻ ഇടികൊണ്ട് ചോര തുപ്പുന്നത് കാണുമ്പം തനിക്കും ഇയാൾക്കുമൊക്കെ നോവും. എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ് സർ. സല്യൂട്ട് ചെയ്ത് തിരിയുകയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു DYSP കുരുവിള ജോണിനും SI രാജു നാരായണനും. സുമോ വൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ SI രാജു നാരായണൻ DYSP കുരുവിള ജോണിനെ നോക്കി. സത്യത്തിൽ എന്തിനാ സാറേ ചന്ദ്രമൗലിയെ ഇങ്ങനെ വളഞ്ഞിട്ട് പിടിച്ചത്? എന്താ കേസ്? മർഡർ. കുരുവിള ജോണിൻ്റെ സ്വരം പതിഞ്ഞു. മർഡറോ? രാജു നാരായണൻ അന്തിച്ചുപോയി. അതെ, അറവുകാടുകാരും പൂപ്പതിക്കാരും കൂടി ഒന്നിച്ച് നെയ്ത കെണിയ. അറവുകാട്ടെ SP വിജയചന്ദ്രൻ സാറാ കേസ് ഫ്രെയിം ചെയ്തത്. ഇതിൽ നിന്ന് ചന്ദ്രമൗലി രക്ഷപ്പെടുകയില്ല. ഉറപ്പാ. ഇതോടെ തീർന്നു അവൻ. കുരുവിള ജോണിൻ്റെ അവസാനത്തെ വാചകം തീർത്തും നേർത്തുപോയിരുന്നു. വിശാലമായ ഹാളിൻ്റെ മധ്യത്തിലിട്ടിരുന്ന സ്റ്റൂളിലായിരുന്നു ചന്ദ്രമൗലിയെ ഇരുത്തിയത്. വിലങ്ങിട്ട കാലുകൾ പിന്നിലേക്ക് വലിഞ്ഞു നിന്നിരുന്നു. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് പല്ലിൻ്റെ ഇട കുത്തിക്കൊണ്ട് CI മാർട്ടിൻ ചന്ദ്രമൗലിയുടെ മുന്നിലേക്ക് വന്നു. ടൂത്ത് പിക്ക് കൊണ്ട് ചന്ദ്രമൗലിയുടെ കവിളിൽ മാർട്ടിൻ അമർത്തി ഒന്ന് കുത്തി. തൊലി പൊട്ടി അവിടെ ചോര പൊടിഞ്ഞു. CI മാർട്ടിൻ 2 ചൂട് പുറയിലേക്ക് മാറി നിന്നിട്ട് ചന്ദ്രമൗലിയെ ഒന്ന് തുറച്ചു നോക്കി. നായിൻ്റെ മോനെ, നിന്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് കൊതിയടക്കാൻ പറ്റുന്നില്ലടാ. പറഞ്ഞതും മാർട്ടിൻ ചന്ദ്രമൗലിയുടെ ഇരുകരണത്തും മാറി മാറി ഓരോ അടിയടിച്ചു. അടിയുടെ ആക്കത്തിൽ ചന്ദ്രമൗലിയുടെ മുഖം ഇരുവശത്തേക്കും വെട്ടിത്തിരിഞ്ഞുപോയി. വായിൽ ഉപ്പുരസമുള്ള ഒരു ചൂട് ചന്ദ്രമൗലിക്ക് അനുഭവപ്പെട്ടു. മോണ പൊട്ടി ചോര പല്ലുകൾക്കിടയിലൂടെ പനിച്ചിറങ്ങുകയാണ്. വായിൽ നിറഞ്ഞ ചോര തുപ്പിക്കൊണ്ട് ചന്ദ്രമൗലി മിഴികളുയർത്തി എരിയും മട്ടിൽ CI മാർട്ടിനെ ഒന്ന് നോക്കി. മാർട്ടിനെ, നീ പൂപ്പതിക്കാരുടെ വളർത്തുപട്ടിയാണെന്ന് എനിക്കറിയാം. അനാവശ്യമായി എൻ്റെ ദേഹത്ത് വീഴുന്ന ഓരോ അടിയും അതിൻ്റെ പലിശയുടെ പലിശയും ചേർത്ത് ഞാൻ തിരിച്ചു തരും. പണ്ട് ഞാൻ കാരണം നിന്റെ വലതുകാലിനാണ് കമ്പിയിടേണ്ടി വന്നതെങ്കിൽ ഇത്തവണ നിന്നെ കമ്പി വലക്കൂടിന് അകത്തിട്ട് വാർക്കും ഞാൻ. അത് കേട്ടുകൊണ്ടാണ് SP ശങ്കർ മന്നൻ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഹാളിലേക്ക് വന്നത്. യു ബ്ലഡി ക്രീപ്പ്. പല്ല് കടിച്ചുകൊണ്ട് SP ചന്ദ്രമൗലിയുടെ മുന്നിലേക്ക് വന്നു. യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാരനെ പേര് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നടാ. ചന്ദ്രമൗലിയുടെ കഴുത്തിന് താഴെയായിരുന്നു ബൂട്ടുകൊണ്ടുള്ള ചവിട്ട്. സ്റ്റൂളിൽ നിന്ന് ചന്ദ്രമൗലി മലർന്ന് താഴേക്ക് വീണുപോയി. തറയിൽ വീണ ചന്ദ്രമൗലിയുടെ നെഞ്ചിന് ഒരു ചവിട്ടുകൂടി കിട്ടി. ചുമച്ചപ്പോൾ വായിൽ നിന്ന് ചോര ചിതറി. CI മാർട്ടിനും 2 പോലീസുകാരും ചേർന്ന് ചന്ദ്രമൗലിയെ വലിച്ചുയർത്തി സ്റ്റൂളിലേക്കിരുത്തി. ആ പെണ്ണിൻ്റെ ബിലോങ്ങിങ്സ് ഇങ്ങെടുത്തോണ്ടുവാ. SP തിരിഞ്ഞ് മാർട്ടിനെ നോക്കി. മാർട്ടിനകത്തേക്ക് പോയി. അടുത്ത നിമിഷം ഏതാണ്ട് ഒരേ വലിപ്പമുള്ള
2 പ്ലാസ്റ്റിക് കവറുകളുമായി തിരികെ വന്നു. SP ശങ്കർ മേനൻ അത് വാങ്ങി ചന്ദ്രമൗലിയുടെ മുന്നിലേക്കിട്ടു. "ഇത് വല്ലതും നീ ഓർക്കുന്നുണ്ടോ എന്ന് നോക്കിക്കേ." ചന്ദ്രമൗലി പതിയെ മിഴികൾ താഴ്ത്തി. കവറിൽ നിന്ന് സാധനങ്ങൾ ഓരോന്നായി ഒരു പോലീസുകാരനെടുത്ത് ചന്ദ്രമൗലിയുടെ മുന്നിലേക്ക് വെച്ചു. ഒരു ലേഡീസ് റിസ്റ്റ് വാച്ച്, ഗുരുവായൂരപ്പൻ്റെ പടമുള്ള ഒരു പ്ലാസ്റ്റിക് മോതിരം, ഒരു പഴയ മൊബൈൽ ഫോൺ, മാനന്തവാടിയിലുള്ള ഒരു ടെക്സ്റ്റൈലിൻ്റെ പേരുള്ള പ്ലാസ്റ്റിക് കവറായിരുന്നു ഒരെണ്ണം. അതിൽ നിന്ന് മഞ്ഞയിൽ ചെറിയ വെള്ളപ്പൂക്കളോട് കൂടിയ ഒരു സാരിയും എടുത്തു വെച്ചു. "എന്താടാ, മനസ്സിലായോ?" SP ചന്ദ്രമൗലിയുടെ കണ്ണുകളിലേക്ക് നോക്കി. "ഇല്ല" എന്ന് ചന്ദ്രമൗലി തല വെട്ടിച്ചു. അടുത്ത നിമിഷം SP കൈ ചുരുട്ടി ചന്ദ്രമൗലിയുടെ മൂക്കിന് ഒരിടിയിടിച്ചു. വേദന കൊണ്ട് ചന്ദ്രമൗലി പുളഞ്ഞുപോയി. "ഇപ്പോൾ ഓർക്കുന്നുണ്ടോ?" നേർത്തൊരു പുഞ്ചിരിയോടെ SP ശങ്കർ മേനൻ ചന്ദ്രമൗലിയെ നോക്കി. "നീ പുലിയാണെങ്കിൽ ഞാൻ കടുവയാ. ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ അറിയപ്പെടുന്നത് ടൈഗർ ശങ്കർ എന്ന. വിശന്നില്ലെങ്കിലും ഇരയെ വേട്ടയാടി കൊല്ലുന്ന മൃഗമാ കടുവ. അപ്പോൾ കടുവയ്ക്ക് വിശന്നാലോ?" ചോദിച്ചതും ശങ്കർ മേനൻ കൈ ചുരുട്ടി ചന്ദ്രമൗലിയുടെ മുഖത്ത് തുരുതുര 4-5 ഇടിയിടിച്ചു. ചന്ദ്രമൗലിയുടെ ഇടത് കൺതടവും കൺപോളയും ചതഞ്ഞു കരുവാളിച്ചു പോയി. ഗർഭിണിയായ ഒരു പെണ്ണിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന് എവിടെയോ തള്ളിയിട്ട് ഒന്നും അറിയില്ലെന്ന് പറയുന്നോടെ റാസ്കൽ. SP ചന്ദ്രമൗലിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഒന്നുലച്ചു. ചന്ദ്രമൗലിയുടെ ഉള്ളിൽ ഒരു മിന്നലുണ്ടായി. 2 ആഴ്ച മുൻപ് വേലാണ്ടി വനത്തിൽ വെച്ച് ജയമോഹൻ തമ്പിയുടെ ഫോർച്യൂണർ വാനിനുള്ളിൽ കണ്ട ഗർഭിണിയുടെ മൃതശരീരത്തിൻ്റെ ചിത്രം ചന്ദ്രമൗലിയുടെ മനസ്സിലേക്ക് പറന്നു വന്നു. കരുതിക്കൂട്ടിയുള്ള കെണിയാണ്. "എന്തിനാടാ നീ അവളെ കൊന്നത്? വയറ്റിലുണ്ടാക്കിയിട്ട് കൈ കഴുകി മുങ്ങാമെന്ന് കരുതി അല്ലേ? എന്നിട്ട് ഇവിടത്തെ ചരക്കിനെയും കെട്ടി ജീവിക്കാനല്ലേ? ഒടുവിൽ അവള് ഒഴിയാബാധ പോലെ നിന്നപ്പോൾ നീ അങ്ങ് ചാർത്തി. ശവം എവിടെടാ? പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പണി കുറയും." ചതഞ്ഞു വിങ്ങിയ കൺപോളകൾ വിടർത്തി ചന്ദ്രമൗലി SP ശങ്കർ മേനനെ നോക്കി. "സാറേ," അമർത്തിയ സ്വരമായിരുന്നു ചന്ദ്രമൗലിയുടേത്, "ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിങ്ങളീ പറയുന്ന പെണ്ണിനെ എനിക്ക് അറിയത്തുമില്ല." അടുത്ത നിമിഷം പുറത്ത് ഒരു വണ്ടി കൂടി വന്നു നിന്നു. അതിൽ നിന്ന് SP വിജയചന്ദ്രൻ ഇറങ്ങി. മുണ്ടും ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. ഇടതുകവിൾ പൊതിഞ്ഞ് ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്. "എന്തായി ശങ്കറെ കാര്യങ്ങൾ?" എന്ന് ചോദിച്ചുകൊണ്ടാണ് വിജയചന്ദ്രൻ അകത്തേക്ക് വന്നത്. ചന്ദ്രമൗലിയുടെ ചോരയൊലിക്കുന്ന മുഖം കണ്ടതും വിജയചന്ദ്രന് സന്തോഷമായി. അയാൾ അറ്റൻഷനായി നിന്ന് ടൈഗർ ശങ്കറിനെ ഒന്ന് സല്യൂട്ട് ചെയ്തു. "ഇരിക്കട്ടെ, തനിക്ക് എൻ്റെ വക ഒരു സല്യൂട്ട്. ഇവൻ സമ്മതിച്ചോ?" "എവിടുന്ന്?" "ഇവൻ ആ പെണ്ണിനെ അറിയത്തുപോലുമില്ലെന്ന്." "എടാ മൗലി," വിജയചന്ദ്രൻ വിളിച്ചു, "നീ കൊന്ന ഗർഭിണി പെണ്ണിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. പേര് സോന, വയനാട്ടുകാരിയാ. അവിടെ ഒരു റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായിരുന്നു. നീ ഇത്രയും അറിഞ്ഞാൽ മതി. ബാക്കി പോലീസ് എഴുതി ചേർത്തോളും. പിന്നെ വയനാട് പോലീസ് അപ്പുറത്തെ മുറിയിൽ വെയിറ്റിംഗാ. എല്ലാവരും കൂടി ചേർന്ന് നിന്നെക്കൊണ്ട് എല്ലാം സമ്മതിപ്പിച്ചോളും." ചന്ദ്രമൗലിയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. "ഒരാളെ ചതിച്ചു വീഴ്ത്തിയാൽ അയാൾ തോൽക്കുമെന്ന് കരുതരുത് വിജയചന്ദ്രൻ സാറേ." "നീ ചിരിക്കണ്ടടാ." വിജയചന്ദ്രൻ്റെ കണ്ണുകൾ തിളങ്ങി. "ഇനി ബാക്കി സംസാരം നിന്റെ അമ്മയോടും പെങ്ങളോടുമാ. അവൾ എനിക്ക് സമ്മാനിച്ചതാ 16 കുത്തിക്കെട്ട്." വിജയചന്ദ്രൻ കൈയെടുത്ത് ഇടത് കവിളിൽ ഒന്ന് തടവി. "പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോലെ പച്ചയ്ക്ക് കീറും ഞാൻ ആ നായിൻ്റെ മോളെ. നീ കണ്ടു." രാവിലെ 6 മണി. ഗോപിക്കുട്ടൻ്റെ വീട്ടുമുറ്റത്തേക്ക് 2 മറ്റു ഡോറിൻ്റെ ടെമ്പോ വാനുകൾ പാഞ്ഞുവന്ന് നിന്നു. ചന്ദ്രമൗലിയുടെ അമ്മ ഉമാശങ്കരിയും സഹോദരി പവിത്രയും തലേരാത്രി അവിടെയായിരുന്നു. വാനുകളിൽ നിന്ന് 20ഓളം വരുന്ന ഒരു സംഘം ചാടിയിറങ്ങുന്നത് ഗോപിക്കുട്ടൻ്റെ സഹോദരി മീനാക്ഷി കണ്ടു. മല്ലന്മാരെ പോലെ തോന്നിക്കുന്ന അവരുടെ കയ്യിൽ തൊലി ചീകിയെടുത്ത കുറുവടികളുണ്ടായിരുന്നു. മുറ്റം തൂക്കുന്നത് നിർത്തി മീനാക്ഷി അവരെ അമ്പരപ്പോടെ നോക്കി. "ആരാ? ഇത് തന്നെയല്ലേ അറവുകാട്ട് ജോലി ചെയ്യുന്ന ഗോപിക്കുട്ടൻ്റെ വീട്?" സംഘത്തലവനെന്ന് തോന്നിക്കുന്ന ആൾ മീനാക്ഷിയെ നോക്കി. "അതെ." "ചന്ദ്രമൗലിയുടെ സുഹൃത്തായ ഗോപിക്കുട്ടൻ്റെ വീട് തന്നെയല്ലേ ഇത്?" സംഘത്തലവൻ ഉറപ്പുവരുത്താനായി ഒന്നുകൂടി ചോദിച്ചു. "അതെ." മീനാക്ഷിക്ക് അവരുടെ നിൽപ്പും ഭാവവും ഒന്നും അത്ര പിടിച്ചില്ല. "പെങ്ങളെ ഒന്നും വിചാരിക്കരുത്. ഞങ്ങൾ വീട് അടിച്ചു പൊളിക്കാൻ വന്നവരാ. പണി തുടങ്ങും മുമ്പ് വീട് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതാ വീണ്ടും ചോദിച്ചത്." സംഘത്തലവൻ മീനാക്ഷിയെ നോക്കി ചിരിച്ചു. "വീട് പൊളിക്കാനോ? എന്തിന്?" മീനാക്ഷി നടുങ്ങിപ്പോയി. "ചന്ദ്രമൗലിയുടെ അമ്മയെയും പെങ്ങളെയും ഇവിടെ താമസിപ്പിച്ചതിന്." അടുത്ത നിമിഷം അവർ വീടിൻ്റെ ജനൽ ചില്ലുകൾ അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. അധ്യായം 17. "ഏയ്!" മീനാക്ഷി മുൻപിൽ കയറി നിന്ന് ഗുണ്ടകളെ തടയാൻ ശ്രമിച്ചു. "നിങ്ങൾ എന്തായി കാണിക്കുന്നത്?" മോള് മാറി നിന്നു. സംഘത്തലവൻ മീനാക്ഷിയെ നോക്കി. "വെറുതെ ചില്ല് തെറിച്ചുകൊണ്ട് സുന്ദരമേനിയിൽ സ്ക്രാച്ച് വീഴണ്ട." ബഹളം കേട്ട് ഗോപിക്കുട്ടൻ്റെ അമ്മ സാവിത്രിയും ഉമാശങ്കരിയും
പവിത്രയും ഓടി വരാന്തയിലെത്തിയിരുന്നു. രാത്രി മുഴുവൻ കാത്തിരുന്നിട്ടും ചന്ദ്രമൗലി വരാതായപ്പോൾ തിരക്കിപ്പോയിരിക്കുകയായിരുന്നു ഗോപിക്കുട്ടൻ. അവരെ കണ്ടതും ഗുണ്ടാ നേതാവ് എന്ന് തോന്നിച്ച ആൾ പോക്കറ്റിൽ നിന്ന് ഒരു വിസിലെടുത്ത് ഒന്നൂതി. പവർ ഓഫായതുപോലെ ഗുണ്ടകളുടെ കൈകൾ നിശ്ചലമായി. ഇനി എന്ത് എന്ന അർത്ഥത്തിൽ അവർ സംഘത്തലവനെ നോക്കി. ഡേ സുധാകര, ബിജു, രവി, അരുൺകുമാറെ, പോയി വണ്ടിക്ക് മുൻപിൽ നിൽക്ക്. ഞാൻ ഈ അമ്മച്ചിമാരോട് വിവരങ്ങൾ ഒന്ന് വെടുപ്പായിട്ട് പറഞ്ഞിട്ട് വരാം. പറഞ്ഞിട്ട് സംഘത്തലവൻ തിരിഞ്ഞ് ഗോപിക്കുട്ടൻ്റെ അമ്മയെ നോക്കി. അമ്മച്ചി വണക്കം, എൻ്റെ പേര് സാജു. മോർച്ചറി സാജു എന്ന് പറഞ്ഞാൽ പാലക്കാടും കോയമ്പത്തൂരും ഒക്കെ അറിയും. വണ്ടി സീസിങ്ങും ഇങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും ഒക്കെയായിട്ട് ജീവിച്ചു പോകുന്ന ഒരു പാവമാ. നിങ്ങളെന്തിനാ ഞങ്ങളുടെ വീട് തല്ലി തകർത്തത്? സാവിത്രി മോർച്ചറി സാജുവിനെ തുറിച്ചു നോക്കി. രോഷവും സങ്കടവും കൊണ്ട് അവരുടെ മെല്ലിച്ച ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പറയാം അമ്മച്ചി, അതിലേക്കാ വണ്ടി വളഞ്ഞു വരുന്നത്. സാജു ഒന്ന് ചിരിച്ചു. നിങ്ങൾ ഇവിടെ ഇന്നലെ അഭയം കൊടുത്ത ഈ അമ്മയുടെ മകൻ, ഈ പെണ്ണിൻ്റെ ആങ്ങള, സർവോപരി കഥയിലെ ഹീറോയായിരുന്ന ചന്ദ്രമൗലി ഇപ്പോൾ എവിടാണെന്ന് അറിയാമോ? പാലക്കാട് ജില്ലാ സൂപ്രണ്ടിൻ്റെ ക്യാമ്പ് ഓഫീസിൽ അറസ്റ്റ് ചെയ്തു വച്ചേക്കുക ആ പന്ന പട്ടിച്ചറ്റയെ അവിടെ. ഉമാശങ്കരിയും പവിത്രജ്വാലയും കിടുങ്ങിപ്പോയി. എന്തിന്? ഗോപിക്കുട്ടൻ്റെ അമ്മ സാവിത്രി സാജുവിനെ മിഴിച്ചു നോക്കി. ഒരു പെണ്ണിനെ പ്രേമം നടിച്ച് വശത്താക്കി ഒടുവിൽ അവൾക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് കഴുത്ത് ഞെരിച്ചു കൊന്നതിന് എവിടാ ശവം കുഴിച്ചിട്ടേക്കുന്നതെന്ന് പോലീസ് തിരക്കിക്കൊണ്ടിരിക്കുക. അനാവശ്യം പറയരുത്. മുൻപിൽ നിൽക്കുന്നത് എന്തിനും മടിക്കാത്ത ഗുണ്ടകളാണെന്ന് അറിയാമായിരുന്നിട്ടും ഉമാശങ്കരിയുടെ ശബ്ദമുയർന്നുപോയി. എൻ്റെ മകൻ അത്തരമൊരാളല്ല. നിങ്ങളുടെ മോൻ അത്തരത്തിൽപ്പെട്ട ആളാണെന്ന് പോലീസ് തെളിയിച്ചോളും. പിന്നെ സാജു ഒന്ന് നിർത്തി. നിങ്ങൾ അമ്മയുടെയോ മോളുടെയോ മോൻ്റെയോ ശബ്ദം ഇനി നാട്ടിൽ ഉയർന്നു കേട്ടാൽ പച്ചയ്ക്ക് കത്തിക്കും ഞങ്ങൾ നാട്ടുകാർ. ദേ, നിങ്ങളോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. മോർച്ചറി സാജു തലതിരിച്ച് സാവിത്രിയെ നോക്കി. ചന്ദ്രമൗലി എന്ന കൊലയാളിയുടെ അമ്മയെയും പെങ്ങളെയും സംരക്ഷിക്കാനും സഹായിക്കാനും ശ്രമിച്ചാൽ വെറുതെ നാട്ടുകാരുടെയും വലിയ വലിയ ആൾക്കാരുടെയും ശത്രുവാകാൻ നിൽക്കേണ്ട നിങ്ങൾ. ഇപ്പം വന്നതും തന്നതുമൊക്കെ ഏറ്റവും കുറഞ്ഞ ടെസ്റ്റഡ് ഡോസ്. ഇനി വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറുവടിക്ക് പകരം പെട്രോളും കന്നാസും തീപ്പന്തവുമായിരിക്കും. തലചെരിച്ച് സാജു മീനാക്ഷിയൊന്ന് നോക്കി. മീനാക്ഷി മോൾക്ക് വിക്ടോറിയ കോളേജിൽ സുവോളജി പഠിക്കാൻ പോവേണ്ടതല്ലേ? തവളെ കീറിയിട്ട് വരുന്ന വഴിക്ക് ആരെങ്കിലും മൂക്കും വായും പൊത്തിപ്പിടിച്ച് തൊങ്ങാട്ടരിയിലെ ഏതെങ്കിലും കളപ്പുരയുടെ നടുവിലേക്കങ്ങ് പൊക്കിക്കൊണ്ടുപോയാൽ എന്നാ ചെയ്യും? ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഈ പീഡനം, വാണിഭം, ബലാത്സംഗം എന്നൊക്കെ പറയുന്നത് പത്രത്തിൽ കളർ ഫോട്ടോ വരാനുള്ള ഭാഗ്യക്കുറിയ. അതുപോലാണോ മോള്? മീനാക്ഷിയുടെ മുഖം അപമാനവും കരച്ചിലും കൊണ്ട് ഒന്ന് വെങ്ങി. ദൈവത്തെ ഓർത്ത് നിങ്ങളീ വീട്ടുമുറ്റത്തു നിന്ന് ഒന്ന് പോ. സാവിത്രി കൈകൂപ്പി കരഞ്ഞുപോയി. പോവാം. മോർച്ചറി സാജുവിൻ്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. ചന്ദ്രമൗലിയുടെ വലം കൈയായ ഗോപിക്കുട്ടൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് അവൻ്റെ പെങ്ങളുടെ മാനത്തിനും ചന്ദ്രമൗലിയുടെ അമ്മയുടെയും പെങ്ങളുടെയും ജീവനും ഉൾപ്പെടെ ഞങ്ങൾ ഹോൾസെയിലായി വില പറഞ്ഞെങ്കിൽ അതിന് അർത്ഥം ഒന്നേയുള്ളൂ. അത്രയ്ക്ക് വീണുപോയിരിക്കുന്നു ചന്ദ്രമൗലി. മോർച്ചറി സാജു പതിയെ തിരിഞ്ഞ് കൂട്ടാളികളെ നോക്കി. സുധാകര, വണ്ടി തിരിച്ചോ. ഇവർക്ക് കാര്യം മനസ്സിലായി. കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടി മനസ്സിൻ്റെ അകത്ത് കുത്തി നിറഞ്ഞിട്ട് കണ്ണിൻ്റെ അകത്തുനിന്ന് കുടുകുട വെള്ളം ചാടുന്നത്. മറ്റു ഡോർ വാനുകൾ ഇരച്ചിരച്ച് മുറ്റത്ത് തിരിയുന്നുണ്ടായിരുന്നു. വീടിൻ്റെ അതിര് തിരിക്കുന്ന ഇരുവശത്തെയും വേലിക്ക് പിന്നിലായി അയൽക്കാർ മുഴുവൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പം പറഞ്ഞതുപോലെ മോർച്ചറി സാജു തിരിഞ്ഞു. പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ തിരിഞ്ഞ് പവിത്രജ്വാലയെയും ഉമാശങ്കരിയെയും നോക്കി. വിജയചന്ദ്രൻ സാറിൻ്റെ മുഖത്ത് 18 കുത്തിക്കെട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു നിന്നോട്. ആ ബ്ലേഡ് ഏത് കടയിൽ നിന്ന് വാങ്ങിയതെന്ന് പ്രത്യേകം ചോദിക്കാനും പറഞ്ഞു. നിങ്ങളെ എപ്പോൾ ഏതു രൂപത്തിൽ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് അറവുകാട്ടെ ജയമോഹൻ തമ്പി സാറും SP വിജയചന്ദ്രൻ സാറും തീരുമാനിക്കും. മോർച്ചറി സാജു നടന്നു ചെന്ന് വാനിലേക്ക് കയറി. വാൻ റോഡിലേക്ക് തിരിയുന്നതിനിടെ സാജു റോഡിലും അടുത്ത പുരയിടത്തിലുമായി കൂട്ടം കൂടി നിന്ന നാട്ടുകാരെ നോക്കി. ചന്ദ്രമൗലിയുടെ അമ്മയെയോ പെങ്ങളെയോ ഏതെങ്കിലും വിധത്തിൽ ഒരു തുള്ളി പച്ചവെള്ളമെങ്കിലും കൊടുത്ത് സഹായിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. പറഞ്ഞേക്കാം, ഇത് അറവുകാട്ടുകാരും പൂപ്പതിക്കാരും കൂടി ഒന്നിച്ചിറക്കുന്ന കൽപ്പനയാ. വാനുകൾ രണ്ടും റോഡിലേക്ക് തിരിഞ്ഞിറങ്ങി പാഞ്ഞുപോയി. തൻ്റെ വീടിന് നേരെ ആക്രമണമുണ്ടായതും ചന്ദ്രമൗലി അറസ്റ്റിലായതുമറിഞ്ഞ് വീട്ടിലേക്ക് ഓടിക്കിതച്ചു വരികയായിരുന്നു ഗോപിക്കുട്ടൻ. വീടിന് 100 അടി ഇപ്പുറത്ത് എത്തിയതും പിന്നിൽ നിന്ന് ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. നീല നിറമുള്ള ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. പാഞ്ഞു വന്ന പോലീസ് ജീപ്പ് ഗോപിക്കുട്ടൻ്റെ വഴി വിലങ്ങി റോഡിൽ വട്ടം തിരിഞ്ഞു നിന്നു.
ഒരു തീപ്പെട്ടിക്കമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ മാർട്ടിൻ ജോസ് ഇറങ്ങി വന്നു. എവിടേക്കാടാ രാവിലെ ഓട്ട മത്സരം? ഞാൻ ചുമ്മാ. ഗോപിക്കുട്ടൻ വിക്കി. ചുമ്മാതെയോ? CI മാർട്ടിൻ വായിലിരുന്ന തീപ്പെട്ടിക്കമ്പ് ഗോപിക്കുട്ടന്റെ മുഖത്തിന് നേർക്ക് തുപ്പി. തീപ്പെട്ടിക്കമ്പ് പറന്നു വന്ന് ഗോപിക്കുട്ടന്റെ കവിളിൽ പറ്റിപ്പിടിച്ചിരുന്നു. പോലീസുകാർ ജീപ്പിന് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. നീയല്ലേ ഗോപിക്കുട്ടൻ, ചന്ദ്രമൗലിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ? അതെ. എന്താ സാറേ? CI മാർട്ടിൻ ഒന്ന് പല്ല് കടിച്ചു. പിന്നെ വലതുകൈ നിവർത്തി ഒറ്റയടിയടിച്ചു. കണ്ണഞ്ചി പിന്നിലേക്ക് മറിഞ്ഞുപോയ ഗോപിക്കുട്ടനെ പിന്നിൽ നിന്ന ഒരു പോലീസുകാരൻ താങ്ങി. ഒറ്റയടി കൂടി. ഇടതു കവിളിലെ തൊലി ഉരിഞ്ഞു പോയതുപോലെ ഗോപിക്കുട്ടന് തോന്നി. ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട് കയറിക്കോ. CI മാർട്ടിൻ കൈ കുടഞ്ഞുകൊണ്ട് ജീപ്പിലേക്ക് കയറി. ഗോപിക്കുട്ടനെ ഷർട്ടിന്റെ പിൻകോളറിൽ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റി. പോലീസ് ജീപ്പ് റോഡിൽ റിവേഴ്സ് എടുത്ത് തിരിഞ്ഞു. ക്യാമ്പ് ഓഫീസിലെ സിമന്റ് തറയിലെ തണുപ്പിലേക്ക് കവിൾ ചേർത്ത് ചന്ദ്രമൗലി കിടന്നു. മുടികൾക്കിടയിൽ നിന്നും പുരുകം പിളർന്നും ഒഴുകിയിറങ്ങിയ ചോര സിമന്റ് തറയിൽ ഒട്ടിപ്പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലതുകാലിന്റെ പത്തി ചവിട്ടേറ്റ് അല്പം തിരിഞ്ഞുപോയിരുന്നു. മന്തു വന്നതുപോലെ കാലിന്റെ മുട്ടിന് താഴേക്ക് നീർവന്നു വീങ്ങിയിട്ടുണ്ട്. നെഞ്ചിൽ 4 ലാത്തി കൊണ്ടുള്ള അടിയുടെ ചതഞ്ഞു പൊട്ടിയ പാടുകൾ. തുണി ചുറ്റിയ ഇരുമ്പുകട്ട കൊണ്ടായിരുന്നു ബാക്കി പ്രയോഗം. അമ്മയും പവിത്രമോളും ഇപ്പോൾ എവിടെയായിരിക്കും? ചന്ദ്രമൗലി കൺപോളകൾ വിടർത്തി. നീരുവന്ന് തൂങ്ങിയിരിക്കുന്ന കൺപോളകൾ. ചോരപ്പശയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൺപീലികൾ. തുകൽ ചെരുപ്പിന്റെ കട്ടിയുള്ള മടമ്പ് തറയിലടിക്കുന്നതിന്റെ ഒച്ച കേട്ടു. തറയിലേക്ക് ഒന്നുകൂടി കവിളമർത്തി ചന്ദ്രമൗലി മിഴികൾ തിരിച്ചു. തന്റെ നേരെ നടന്നുവരുന്ന ബ്രൗൺ നിറത്തിലുള്ള ഹാഫ് ഷൂസുകളാണ് ആദ്യം കണ്ടത്. വീതിയുള്ള സ്വർണ്ണക്കസവ് തുന്നിയ മുണ്ട്. ചന്ദ്രമൗലി പതിയെ മിഴികളുയർത്തി. ജയമോഹൻ തമ്പി. പിന്നിൽ പൂപ്പതി രാമണ്ണ, പോത്തൻ സക്കറിയ പോത്തൻ, കാർത്തികേയൻ, വീരബാഹു. എന്താട മൗലി, സുഖമല്ലേ? ജയമോഹൻ തമ്പിയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. ഒന്ന് കാണാൻ വന്നതാ നിന്നെ. മുത്തങ്ങ ഫോറസ്റ്റിൽ കൂടുവെച്ച് കരിമ്പുലിയെ പിടിക്കുമ്പോൾ കാണാൻ പോവാറില്ലേ, അതുപോലെ. ജയമോഹൻ തമ്പി ഒന്ന് നിർത്തി. ഇത്രയേ ഉള്ളൂ 30 പേരെ ഇടിച്ചിടുന്ന ഏതൊരു നായകന്റെയും കാര്യം. കാട് മൊത്തം വിറപ്പിക്കുന്ന കൊലകൊമ്പന്മാരെ നമ്മളെങ്ങനാ വീഴ്ത്തുന്നത്? വാരിക്കുഴി കുഴിച്ച് അല്ലേ? ചന്ദ്രമൗലി മിണ്ടിയില്ല. ഒരു കാൽ മടക്കി ജയമോഹൻ തമ്പി ചന്ദ്രമൗലിയുടെ അരികിലേക്കിരുന്നു. നിനക്ക് വെള്ളം വേണോടാ? വേണ്ട. ചന്ദ്രമൗലിയുടെ പല്ലുകൾ ചേർന്നമർന്നു. ഫ്രഷ് ജ്യൂസോ? ചന്ദ്രമൗലി മിണ്ടിയില്ല. നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും ഹൃദയം പിഴിഞ്ഞെടുത്ത ചാറ് ഒരു വലിയ ഗ്ലാസ്സിൽ നിറച്ചുകൊണ്ട് വരട്ടെ? ജയേട്ടാ, ചന്ദ്രമൗലി പതിയെ വിളിച്ചു. നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ലേ? അവരെ വിട്ടേക്ക്. പാവങ്ങളാ, എവിടെങ്കിലും പോയി ജീവിക്കട്ടെ. വിടില്ലടാ. ജയമോഹൻ തമ്പി വലതു കൈയെടുത്ത് ചന്ദ്രമൗലിയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. താടിയെല്ലിന് മീതെ ഒരു വലിയ ഉരുക്കു സ്പാനർ അമർന്നതുപോലെയാണ് ചന്ദ്രമൗലിക്ക് തോന്നിയത്. മോണ ചതഞ്ഞു പൊട്ടി. വായ്ക്കുള്ളിൽ ചോര കിനിയുന്നുണ്ടായിരുന്നു. അറവുകാട് ശിവശങ്കരന്റെ ചോരയിൽ പിറന്ന ഒന്നിനെയും ഈ ഭൂമിക്ക് മുകളിൽ ജീവനോടെ വെക്കില്ല. ഞങ്ങൾക്ക് വയ്യ മൗലി റിസ്ക് എടുക്കാൻ. ശത്രു എന്ന് ഒരാളെ മുദ്ര കുത്തിയാൽ പിന്നെ ഉന്മൂലനം. അതിനപ്പുറം ഒന്നുമില്ല. വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നമ്മുടെ ഉറക്കം നമ്മൾ കളയരുത്. ജയമോഹൻ തമ്പി ഒന്ന് നിർത്തി. നിന്റമ്മ ഈ നാട്ടിൽ കിടന്നു തന്നെ ചാവും. കുഴിച്ചിടാൻ മുനിസിപ്പാലിറ്റിക്കാർ പോലും ഇല്ലാതെ ചവറ്റുകുട്ടയിൽ കിടന്ന് അവർ ചെയ്യും. പിന്നെ നിന്റെ പെങ്ങള്. ആദ്യത്തെ ചാൻസ് വിജയചന്ദ്രന. എന്തൊക്കെ പറഞ്ഞാലും കവിള് മുറിഞ്ഞത് വിജയന്റെ അല്ലേ? രണ്ടാമത് ഞാൻ. പിന്നെ അവളെ ആർക്കൊക്കെ വേണോ അവർക്കെല്ലാം. ഒടുവിൽ ഒരു 10 രൂപ വിഴുപ്പായി ഹൈവേയിലെ വണ്ടിത്താവളങ്ങളിലൂടെ അവള് അലഞ്ഞു തീർന്നോളും. ചന്ദ്രമൗലിയുടെ പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. തീർന്നില്ല മൗലി. ജയമോഹൻ തമ്പി ചിരിച്ചു. എന്റെ എക്കാലത്തെയും വലിയ മോഹമായിരുന്നടാ നിന്റെ കാമുകി ചിലങ്ക. പല പ്രായത്തിലും തരത്തിലുമുള്ള 100 കണക്കിന് പെമ്പിള്ളേരെ ഈ ജയമോഹൻ തമ്പി അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവളെപ്പോലൊരു പെണ്ണിനെ കണ്ടിട്ടില്ല. അവളാടാ പെണ്ണ്. എന്നാ ഫിഗറ, എന്നാ നിറമ. നീയുമായി നേർക്ക് നേർ ഒരേറ്റുമുട്ടൽ വേണ്ടെന്ന് കരുതിയ ഞാൻ ഇതുവരെ കയറി മുട്ടാതിരുന്നത്. പക്ഷേ കുറി വരച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും. അതാ ജയമോഹൻ തമ്പി. ജയമോഹൻ തമ്പിയുടെ കണ്ണുകളിൽ ഒരു വഷളച്ചിരിയുണ്ടായി. നീ തൊട്ടിട്ടില്ല അവളെ എന്നെനിക്കറിയാം. അവളെ എനിക്ക് വേണം. നീയൊന്ന് ഓർത്തു നോക്കിക്കേ മൗലി. എന്റെ കട്ടിലിൽ കിടന്ന് അവൾ കരയുകയും യാചിക്കുകയും ചെയ്യുന്ന രംഗം ഒന്നോർക്കടാ പ്ലീസ്. ശരീരം മുഴുവൻ കത്തിപ്പടരുന്നതുപോലെ തോന്നുന്നില്ലേ? പൊള്ളുന്നില്ലേ നിനക്ക്? എനിക്ക് ഒരായുഷ്കാല വെപ്പാട്ടി. അതായിരിക്കും നിന്റെ ചിലങ്ക. നായിന്റെ മോനെ. ചന്ദ്രമൗലി സർവശക്തിയും എടുത്ത് തലയുയർത്തി ജയമോഹൻ തമ്പിയുടെ മുഖമടച്ച് ഒരിടിയിടിച്ചു. സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട വളഞ്ഞ് ഒടിഞ്ഞുപോയി. ജയമോഹൻ തമ്പി നിവർന്ന് പിന്നിലേക്ക് മാറി. അയാളുടെ മൂക്ക് ചതഞ്ഞു പൊട്ടി ചോര പനച്ചു. എന്നിട്ടും തീർന്നില്ലേ നിന്റെ അഹങ്കാരം?
കാലുയർത്തി ജയമോഹൻ തമ്പി ചന്ദ്രമൗലിയുടെ നെഞ്ചിൽ 4-5 ചവിട്ട് ചവിട്ടി. നിന്റെ കൂട്ടുകാരൻ ഗോപിക്കുട്ടനെ അപ്പുറത്തെ മുറിയിലിട്ട് തൊലിയുരിക്കുക പോലീസ്. കേസ് നീ ഏറ്റെടുത്തില്ലെങ്കിൽ നിന്റെ ഓരോ കൂട്ടുകാരിയായി ഇവിടെ കൊണ്ടുവരും. നിവർന്നു നടക്കാൻ വയ്യാത്ത പരുവത്തിലാക്കും എല്ലാറ്റിനെയും. ഉള്ളാലെ നിന്നെ ശപിക്കും അവരും അവരുടെ കുടുംബങ്ങളും. അത് കാണാൻ നിന്നെ ഞങ്ങൾ ബാക്കി വയ്ക്കുകയും ചെയ്യും. ചന്ദ്രമൗലിയുടെ തലയ്ക്കകത്ത് ഒരു മരവിപ്പുണ്ടായി. കരുതി വച്ചിരുന്ന ശക്തി ചോർന്നു പോവുകയാണ്. പോലീസ് സൂപ്രണ്ട് ശങ്കർ മന്നൻ ധൃതിയിൽ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. എന്നതാ ജയമോഹൻ സാറേ ഇത്? ശങ്കർ മന്നൻ ജയമോഹൻ തമ്പിയെ പിടിച്ച് പിന്നിലേക്ക് മാറ്റി. അറിയാമല്ലോ, മലമ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇതുപോലൊരുത്തിനെ ഇടിച്ചു കൊന്നതിൻ്റെ കേസ് ഇപ്പം CBIയുടെ കയ്യിലാ. ശങ്കർ മന്നൻ ചന്ദ്രമൗലിയുടെ നേരെ വന്നു. എടാ, അയാൾ കാൽ നീട്ടി ബൂട്ടിൻ്റെ മുന കൊണ്ട് ചന്ദ്രമൗലിയുടെ തലയിൽ ഒന്ന് തട്ടി. നിന്റെ കൂട്ടുകാരൻ്റെ നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി തിരികൊണ്ടിരിക്കുക അവിടെ മാട്ടനും പിള്ളേരും. ഇനി അവൻ്റെ തൊലി ഞങ്ങൾ ഉരിക്കാൻ പോവാ. മര്യാദയ്ക്ക് നീ കുറ്റം സമ്മതിച്ചാൽ നിന്റെ കൂടെയുള്ളവരെങ്കിലും രക്ഷപ്പെടും. അല്ലെങ്കിൽ നീയും തീരും അവരും തീരും. എന്നതാണെങ്കിലും പെട്ടെന്ന് വേണം. ശവം മാന്തിയെടുക്കാൻ നിന്നെയും കൊണ്ട് തിരുമൂർത്തി ഹിൽസിലേക്ക് പോവേണ്ടതാ, കേട്ടോടാ. ശങ്കർ മന്നൻ ബൂട്ടിൻ്റെ മുന കൊണ്ട് ചന്ദ്രമൗലിയുടെ തലയിൽ ഒന്നുകൂടി തട്ടി. ഒരു തുള്ളി ചോര കൂടി തറയിലേക്കിറ്റു. രാത്രി മുഴുവൻ കരഞ്ഞ് കണ്ണീർ പറ്റിയ മിഴികളായിരുന്നു ചിലങ്കയുടേത്. എന്നാലും അവനിത്ര വൃത്തികെട്ടവനായിരുന്നോടി. സുധ ചിലങ്കയെ നോക്കി അത്ഭുതം കൂറി. ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് കൊല്ലുകയെന്ന് വെച്ചാൽ, ഹോ, എന്തായാലും നീ രക്ഷപ്പെട്ടു. മിണ്ടരുത് നിങ്ങൾ. ചിലങ്ക ചാടി എണീറ്റു. അമ്മയാണെന്ന് നോക്കത്തില്ല ഞാൻ. നാവറുത്ത് എടുത്തു കളയും. സുധ ഭയന്ന് പിന്നോക്കം മാറിപ്പോയി. ചിലങ്ക വേഷം മാറിയപ്പോൾ സുധ വീണ്ടും പതിയെ അടുത്തു വന്നു. എവിടേക്കാ നീ? സംശയത്തോടെയുള്ള ചോദ്യമായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക്. എനിക്ക് മൗലിയെ കാണണം. നീ എങ്ങും പോവത്തില്ല. സുധയുടെ മുഖം ചുവന്നു. പോയാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നല്ലേ? ചിലങ്ക വെട്ടിത്തിരിഞ്ഞു. അവളുടെ കണ്ണുകളിൽ കനൽ എരിയുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ പറയാതെ നിങ്ങളതങ്ങ് ചെയ്യ്. അടുത്ത നിമിഷം പുരയിടത്തിന് സമാന്തരമായ റോഡിൽ ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. സുധയും ചിലങ്കയും ഒന്നിച്ചാണ് നോക്കിയത്. ഫോർച്യൂണർ വാനിൽ നിന്ന് ജയമോഹൻ തമ്പി ഇറങ്ങുന്നത് കണ്ടു. പിന്നാലെ വേറെ 4-5 പേരും. വാനിന് പിന്നിൽ ഒരു ജീപ്പ് കൂടി വന്നു നിന്നു. അധ്യായം 18. ചിലങ്കയുടെയും സുധയുടെയും മുഖത്ത് ഒരേ അമ്പരപ്പായിരുന്നു. ഏറ്റവും മുന്നിൽ വന്നത് ജയമോഹൻ തമ്പിയായിരുന്നു. അതിനു പിന്നാലെ പോത്തൻ സക്കറിയ പോത്തൻ. മറ്റു 2 പേർ ജയമോഹൻ തമ്പി വൈത്തിരിയിൽ പണിയുന്ന റിസോർട്ടിൻ്റെ പാർട്ട്ണർമാരായിരുന്നു. വരാമല്ലോ അല്ലേ അങ്ങോട്ട്? ആവശ്യത്തിൽ കൂടുതൽ സൗഹൃദമുള്ള ചിരിയായിരുന്നു ജയമോഹൻ തമ്പിയുടേത്. എന്തു പറയണം എന്ന് സുധയ്ക്ക് പിടികിട്ടിയില്ല. ചിലങ്ക എങ്ങനെ പ്രതികരിക്കും എന്ന ആദിയായിരുന്നു സുധയുടെ മനസ്സ് നിറയെ. വാ സാറേ, എന്താ എല്ലാവരും കൂടെ? സുധയുടെ മുഖത്ത് വിളറിയ ഒരു ചിരിയുണ്ടായി. ഞാനൊന്ന് അകത്തേക്ക് കയറി ഇരിക്കട്ടെ സുധാമ്മേ, എന്നിട്ട് പറഞ്ഞാൽ പോരെ? ജയമോഹൻ തമ്പിയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. ചിലങ്കയ്ക്ക് എന്നെ അറിയാമായിരിക്കും അല്ലേ? അയാൾ തലതിരിച്ച് ചിലങ്കയെ നോക്കി. മുഖം നിറയെ സങ്കടമുണ്ടെങ്കിലും ചിലങ്ക എന്തുമാത്രം സുന്ദരിയാണെന്ന് ജയമോഹൻ തമ്പി ഓർത്തു. ഇവളാണ് പെണ്ണ്. വാരിപ്പുണരാൻ തോന്നും. ചിലങ്കയ്ക്ക് എന്നെ അറിയാമോന്ന് ജയമോഹൻ തമ്പി ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. ഉവ്വ്, കേട്ടിട്ടുണ്ട്. ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിലായിരുന്നു ചിലങ്കയുടെ മറുപടി. അവൾ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. പടക്കം പൊട്ടുന്ന വിധത്തിൽ വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടു. സുധയുടെ മുഖത്ത് ഒരു വിളർച്ചയുണ്ടായി. അത് വകവയ്ക്കാതെ ജയമോഹൻ തമ്പി വരാന്തയിൽ കിടന്ന കസേരയിലിരുന്നു. മറ്റുള്ളവരും ഇരുന്നു. അറിഞ്ഞില്ലേ സുധാമ്മേ കാര്യങ്ങളൊക്കെ? മൗലിയുടെ. ജയമോഹൻ തമ്പി തല തിരിച്ച് സുധയെ നോക്കി. ഉവ്വ്. സുധ തലയനക്കി. വയനാട്ടുകാരിയായിരുന്നു ആ പെണ്ണ്. പേര് സോന. 7 മാസം ഗർഭിണി. കല്യാണം കഴിക്കണമെന്ന് അത് നിർബന്ധം പിടിച്ചപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ടി വന്നു എന്ന അവൻ പോലീസിനോട് പറഞ്ഞത്. ചിലങ്കയെ കേൾപ്പിക്കുന്നതിനു വേണ്ടി ആവശ്യത്തിൽ കൂടുതൽ ഉച്ചത്തിലായിരുന്നു ജയമോഹൻ തമ്പിയുടെ സംസാരം. അച്ഛൻ്റെ കൂടെ വയനാട്ടിൽ പോയപ്പോൾ അവനുണ്ടാക്കി വെച്ച ബന്ധമാ. ആ പെണ്ണിന് അപ്പനും ഒരനിയത്തിയും കൂടിയുണ്ട്. എവിടെ ചെന്നാലും അനാഥനാണെന്നും ആരുമില്ലെന്നും പറഞ്ഞ് പറ്റിക്കൂടാൻ അവൻ മിടുക്കനാണല്ലോ. ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുമെന്ന അവസ്ഥയിലായിരുന്നു അകത്ത് ചിലങ്ക. ഉമ്മറത്തേക്ക് കുതിച്ചു വരാനും ജയമോഹൻ തമ്പിയെയും കൂട്ടരെയും അടിച്ചു പുറത്താക്കാനുമുള്ള ഒരാവേശം ഞരമ്പുകളിൽ പതിഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ താൻ അങ്ങനെ ചെയ്താൽ അതിൻ്റെ പേരിൽ പിന്നെ നോവുന്നത് മൗലിക്കായിരിക്കും എന്നോർത്തപ്പോൾ ചിലങ്ക മിഴികൾ ഇറുക്കിയടച്ചു. പിന്നെ കട്ടിലിൽ ക്രാസിയിലേക്ക് നെറ്റിച്ചേർത്തിരുന്നു. ഇത്രയും നാളും നിഴല് പോലെ അച്ഛൻ്റെ കൂടെ നടന്നിട്ട് അച്ഛനെയും അവൻ ചതിച്ചില്ലേ? അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നു അവൻ അച്ഛൻ്റെ മകനാണെന്ന്. എവിടുന്ന് ഒരു തള്ളയെയും മോളെയും തെളിവിന് കൊണ്ടുവരികയും ചെയ്തു. അത് ഇനി അവൻ്റെ വേറെ വല്ല സെറ്റപ്പുമാണോ എന്ന് ആർക്കറിയാം.
ഒന്ന് നിർത്തിയിട്ട് ജയമോഹൻ തമ്പി സുധയെ ഗൗരവത്തിലൊന്നു നോക്കി. അവൻ്റെ കമ്പനിക്കാരുടെ വീട് മുഴുവൻ പോലീസ് കയറിയിറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടേക്കും പോലീസ് വരാൻ തുടങ്ങിയതാ. സുധാമയെയും ചിലങ്കമോളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ. അയ്യോ, സുധ ഭയന്നുപോയി. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ലെന്ന്. ജയമോഹൻ തമ്പി ഗമയിൽ ഞെളിഞ്ഞിരുന്നു. കല്യാണപ്രായമെത്തിയ ഒരു പെങ്കൊച്ച് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ വീട്ടുകാർ തമ്മിൽ വിശേഷം പറഞ്ഞു കളിക്കാതെ വന്ന കാര്യം പറ ജയ. സഖറിയ പോത്തൻ ജയമോഹൻ തമ്പിയെ നോക്കി. കേട്ടോ സുധാമേ, ജയമോഹൻ തമ്പി ഒന്ന് ഇളകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വന്നത് ഒരു ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പം ഞാൻ വന്നത് ഒരു കല്യാണാലോചനയുമായിട്ടാ. അകത്തിരുന്ന ചിലങ്കയുടെ നെഞ്ചിനുള്ളിൽ ഒരു മിന്നലുണ്ടായി. കല്യാണമോ? സുധയ്ക്കൊന്നും മനസ്സിലായില്ല. അതെ, കല്യാണം. ആലോചന എൻ്റെ കുടുംബത്തിൽ നിന്നു തന്നെയാ. എനിക്കൊരനിയനുണ്ടേ, പേര് അനന്തമോഹൻ തമ്പി. അവനു വേണ്ടിയാ. അയ്യോ സാറേ, സുധ ഞെട്ടിപ്പോയി. അത്രയും വലിയ കുടുംബത്തിലേക്ക് ഞങ്ങൾ പാവങ്ങളാ. ഞങ്ങൾക്ക് വേണ്ടത് പണമല്ല സുധാമേ. ജയമോഹൻ തമ്പി ചിരിച്ചു. സ്വഭാവശുദ്ധിയും പഠിപ്പുമുള്ള ഒരു നല്ല പെണ്ണിനെയാ ചിലങ്കമിടുക്കിയ. അവളെ ഇങ്ങനെ റോളറും കൊണ്ട് മഴയും വെയിലും അടിക്കാൻ വിടണ്ട. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മഹാറാണിയെപ്പോലെ അവൾക്ക് ജീവിക്കാം. അല്ലാതെ നാളെ ജീവപര്യന്തമോ തൂക്കുകയറോ കിട്ടുന്ന ഒരു കൊലയാളിയെ ഓർത്ത് അവൾ അവളുടെ ജീവിതം കളയുന്നത് എന്തിനാ? സാറ് സത്യമാണോ ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുധയ്ക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. സത്യം. ജയമോഹൻ തമ്പി എണീറ്റു. ഈ പകല് പോലെ സത്യം. പിന്നെ ഒരു കാര്യമുണ്ട്. അത് മറച്ചുവെച്ചാൽ ഒരു ചതിയായി പോവും. ജയമോഹൻ തമ്പി തിരിഞ്ഞ് സുധയെ നോക്കി. 22ാമത്തെ വയസ്സിൽ ഒരു ബൈക്ക് അപകടത്തിൽ അനന്തന്റെ കാലുകളുടെ ചലനശേഷി പോയി. ഇപ്പോഴും ചികിത്സ തുടരുകയാ. ഏറിയാൽ 6 മാസം. അതിനകം നടക്കാൻ പറ്റുമെന്ന ഡോക്ടർമാർ പറഞ്ഞത്. അവനാ നിർബന്ധം. ഭാര്യയായി പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി വന്നാൽ മതിയെന്ന്. എന്താ സുധാമേ, നിങ്ങൾക്ക് സമ്മതമല്ലേ? എനിക്ക് സമ്മതമാ. പക്ഷേ പറയാൻ വന്നത് സുധ പാതി വഴിയിൽ നിർത്തിക്കളഞ്ഞു. ചിലങ്ക സമ്മതിക്കുമോ എന്ന് അല്ലേ? ജയമോഹൻ തമ്പിയുടെ കണ്ണുകൾ കുറുകി. അവള് ചെറിയ കുട്ടിയല്ലേ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അവളെ. അവനോടുള്ള പ്രേമം കാരണം കണ്ണുകളിൽ ഇരുട്ട് കയറിയിരിക്കുക അതിന്. അതാ ചുറ്റുമുള്ള സൗഭാഗ്യങ്ങളുടെ തിളക്കം കാണാൻ കഴിയാതെ പോകുന്നത്. പറയണം, പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കണം. ഞങ്ങളുടെ കുടുംബത്തേക്ക് വന്നാൽ പിന്നെ അവൾ ആരാ? എന്തായിരിക്കും അവളുടെ ഭാവി? ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇഷ്ടമുള്ള തസ്തികയിൽ അവൾക്ക് ജോലി ചെയ്തുകൂടെ? ജയമോഹൻ തമ്പി ഒന്ന് നിർത്തി. ഇപ്പോൾ തന്നെ പോലീസ് ഈ വീടിനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ ജയമോഹൻ തമ്പിയുടെ ചിറകിൻ കീഴിലായതുകൊണ്ട്. അതല്ലെങ്കിൽ പോലീസ് ഇവിടെയും വരും. ചന്ദ്രമൗലിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ചിലങ്ക കൂട്ടുപ്രതിയായി ജയിലിൽ ഒപ്പം കിടക്കും. അങ്ങനെ കളയണോ ആ പെങ്കൊച്ചിൻ്റെ ഭാവി? ഭയം കൊണ്ട് സുധയുടെ ശരീരം വിറച്ചു തുടങ്ങിയിരുന്നു. ജയമോഹൻ തമ്പി മുൻപോട്ട് വെച്ച കല്യാണാലോചനയിൽ അവർക്ക് അപാകതയൊന്നും തോന്നിയില്ല. നാടറിഞ്ഞ് ഒരു കല്യാണമാണ്. ചിലങ്കയുടെ ജീവിതം സുരക്ഷിതമാകും. ചിലങ്ക അതിന് സമ്മതിക്കില്ലെന്ന കാര്യത്തിൽ സുധയ്ക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. അതിനുശേഷം നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകളായിരുന്നു അവരെ ഭയപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് സുധാമ ഒന്നും പറഞ്ഞില്ല. ജയമോഹൻ തമ്പി സുധയെ സൂക്ഷിച്ചു നോക്കി. ഞാൻ മോളോടൊന്ന് സംസാരിച്ചാൽ പോരാ, സമ്മതിപ്പിക്കണം. നമ്മൾ മുതിർന്നവർ വേണം കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും ഒരുപാട്. ജയമോഹൻ തമ്പിയുടെ അവസാന വാചകത്തിന് അല്പം മൂർച്ചയുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. 2-3 ദിവസത്തിനകം തീരുമാനം പറയണം. ജയമോഹൻ തമ്പി തല തിരിച്ച് സുധയെ നോക്കി. കല്യാണം ഉടനെ വേണം. തീയതി കുറിച്ചാൽ പിറ്റേന്ന് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറണം. ടൗണിൽ എൻ്റെ ഒരു ഫ്ലാറ്റ് കിടപ്പുണ്ട്, ഫുള്ളി ഫർണിഷ്ഡ്. അവിടെ താമസിച്ചാൽ മതി. പിന്നെ സുധാമ. കാരണം നിങ്ങൾ ജയമോഹൻ തമ്പിയുടെ ബന്ധുക്കളാ. അറിയാതെ സുധയുടെ കണ്ണുകളിൽ ഒരു പ്രകാശം വീണു. ജയമോഹൻ തമ്പി അത് കണ്ടു. എല്ലാ കാലവും ഇങ്ങനൊരു കൊച്ചു വീട്ടിൽ ഇല്ലായ്മയുമായി കഴിഞ്ഞാൽ മതിയോ സുധാമേ? മനുഷ്യരെ പോലെ അന്തസ്സായി ജീവിക്കണ്ടേ? ജയമോഹൻ തമ്പി പുറത്തേക്കിറങ്ങി. പിന്നാലെ മറ്റുള്ളവരും. പെട്ടെന്ന് ഓർത്തതുപോലെ ജയമോഹൻ തമ്പി തിരിഞ്ഞ് സുധയെ നോക്കി. ഞാൻ വേണമെങ്കിൽ ചിലങ്കയോടൊന്ന് സംസാരിക്കാം. അവളുടെ മൂത്ത ഏട്ടൻ്റെ സ്ഥാനമാണല്ലോ എനിക്ക്. ഇപ്പോൾ വേണ്ട. ഞാൻ അവളുമായി ഒന്ന് സംസാരിച്ചിട്ട് മതി. ജയമോഹൻ തമ്പി തിരിഞ്ഞു നടന്നു. പിന്നാലെ മറ്റുള്ളവരും. സുധ പതിയെ തിരിഞ്ഞ് മുറിയിലേക്ക് ചെന്നു. കട്ടിലിൽ ക്രാസിയിലേക്ക് നെറ്റിമുട്ടിച്ച് ഒരു പ്രതിമ പോലെ ചിലങ്ക ഇരിപ്പുണ്ടായിരുന്നു. ജയമോഹൻ സാറ് വന്നത്. സുധ പതിയെ ചുണ്ടനക്കി. ഒരു കല്യാണ ആലോചനയും കൊണ്ട് സാറിൻ്റെ അനിയൻ്റെ. ചിലങ്ക അനങ്ങിയില്ല. നിന്നോട് സംസാരിക്കാതെ ഞാൻ അവർക്ക് വാക്കുകൊടുത്തു. വലിയ താല്പര്യമുണ്ടായിട്ടല്ല.
നീ പറയുന്നത് പോലെ വലിയ വലിയ സൗഭാഗ്യങ്ങൾ കൊതിച്ചിട്ടുമല്ല. നിന്റെ മനസ്സ് അമ്മയ്ക്കറിയാം. പക്ഷേ നമ്മൾ പാവങ്ങളാ, ആരുമില്ലാത്തവരാ. പേടിയുണ്ട് അമ്മയ്ക്ക് ഒരുപാട്. അതാ. ചിലങ്ക മിണ്ടിയില്ല. മോളെ. സുധ അറച്ചറച്ച് ചിലങ്കയുടെ ചുമലിലൊന്ന് തൊട്ടു. അടുത്ത നിമിഷം ചിലങ്ക ഒന്ന് ഞെട്ടി. നെഞ്ചിനുള്ളിൽ അടക്കി നിർത്തിയിരുന്ന സങ്കടം ഒരു കരച്ചിലായി പുറത്തേക്ക് ചാടി. കട്ടിൽ ക്രാസിയിലേക്ക് നെറ്റി അമർത്തിക്കൊണ്ട് ചിലങ്ക ഉച്ചത്തിൽ ഏങ്ങലടിച്ചു. ചെളിക്കട്ടകൾ അരിഞ്ഞെറിഞ്ഞുകൊണ്ട് മഹീന്ദ്ര ജീപ്പിന്റെ ചക്രങ്ങൾ മുന്നോട്ടുരുണ്ടുകൊണ്ടിരുന്നു. വനത്തിലൂടെയുള്ള വഴിയാണ്. അക്ബർ അലിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. തൊട്ടടുത്ത് ഉമാശങ്കരിയും പവിത്രജ്വാലയും. ഗോപിക്കുട്ടന്റെ വീട്ടിൽ നിന്ന് അവരെയും കയറ്റി പുതിയ ഒളിയിടത്തിലേക്കുള്ള യാത്രയാണ്. മോനെ. ഉമാശങ്കരി തലചിരിച്ച് അക്ബർ അലിയെ നോക്കി. മൗലിക്കൊന്നും സംഭവിക്കില്ല. അമ്മ ധൈര്യമായിരിക്കുക. വഴിയിലേക്ക് ചാഞ്ഞു നിന്ന ഒരു കടമ്പ് മരത്തിന്റെ ശിഖരത്തിന് അടിയിലൂടെ അക്ബർ അലി ജീപ്പ് വളച്ചെടുത്തു. ഇത് ചതിയാണെന്ന് എല്ലാവർക്കും അറിയാം. കോടതിയിൽ കേസ് വരുമ്പോൾ പുല്ലുപോലെ തള്ളിപ്പോവും. മൗലി പുറത്തു വരുന്നതുവരെ നിങ്ങളുടെ സുരക്ഷയ ഞങ്ങൾക്ക് പ്രധാനം. ഇതെവിടേക്കാ നമ്മൾ പോകുന്നത്? പവിത്രജ്വാല അക്ബർ അലിയെ നോക്കി. വനത്തിനകത്ത് ഒരു പഴയ കെട്ടിടമുണ്ട്. പണ്ട് വേട്ടക്കാർ ഉപയോഗിച്ചിരുന്നതാ. ഇപ്പം ആരും ഇതുവഴി വരാറില്ല. ഫോറസ്റ്റുകാർ പോലും വരത്തില്ല. തൽക്കാലം കുറച്ച് ദിവസം അവിടെ താമസിക്കാം. ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഭക്ഷണം എന്ന് വെച്ചാൽ ബ്രെഡും പഴവും ബിസ്ക്കറ്റും മിനറൽ വാട്ടറുമൊക്കെ. അരിയും ഗോതമ്പ് പൊടിയും വച്ചിട്ടുണ്ട്. എങ്കിലും പരമാവധി തീ കത്തിക്കാതെയും പാചകം ചെയ്യാതെയും ബ്രെഡിൽ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കണം. പുക കണ്ടാൽ ചിലപ്പോൾ ഫോറസ്റ്റുകാർ വരും. അതാ. വനത്തിലൂടെ 1 മണിക്കൂർ നേരത്തെ ഓട്ടം കൂടി. കരിങ്കല്ലുകൊണ്ട് കെട്ടിയ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തിന് കുറെ ദൂരെയായി ജീപ്പ് നിന്നു. ദേ അതാ. അക്ബർ അലി അവിടേക്ക് വിരൽ ചൂണ്ടി. നടക്കണം. നിങ്ങൾ ഇറങ്ങിക്കോ. സാധനങ്ങൾ പിന്നെ എടുക്കാം. ഉമാശങ്കരിയും പവിത്രജ്വാലയും ഇറങ്ങി. അട്ട കാലിൽ കയറാതെ നോക്കിക്കോണം. അത് കടിച്ചാൽ ഇത്തിരി പുകയില വെച്ചാൽ മതി. പൊയ്ക്കൊള്ളും. അക്ബർ അലി മുൻപേ നടന്നു. പിന്നാലെ ഉമാശങ്കരിയും പവിത്രജ്വാലയും. ദൂരെ പ്രേതക്കൊട്ടാരം പോലെ കാടിന് നടുവിലെ കരിങ്കൽ കെട്ടിടം കാണാമായിരുന്നു. മഴയിലൂടെ 6 വാഹനങ്ങളാണ് തിരുമൂർത്തി കുന്നുകൾക്ക് താഴെ എത്തിയത്. സോന എന്ന ഗർഭിണിയുടെ മൃതശരീരം മാന്തിയെടുക്കാൻ ചന്ദ്രമൗലിയെയും കൊണ്ട് കേരളത്തിൽ നിന്ന് SP ശങ്കർ മനന്റെ നേതൃത്വത്തിൽ എത്തിയ പോലീസ് സംഘമാണ്. കനത്ത മഴയും മൂടൽമഞ്ഞും കാരണം മല കയറാനാവാതെ വാഹനങ്ങൾ താഴെ കിടക്കുകയാണ്. വാഹനവ്യൂഹത്തിന്റെ മധ്യത്തിൽ കിടന്ന സുമോ വാനിലായിരുന്നു ചന്ദ്രമൗലി. ഇടിയേറ്റ് ചന്ദ്രമൗലിയുടെ ഇടത് കൺപോള വിങ്ങി അടഞ്ഞിരുന്നു. പുരികത്തിനു മീതെ കറുത്ത് ചോര കട്ടപിടിച്ചിരിക്കുന്നു. ചൂരൽ അടിയേറ്റ് പൊട്ടിയ കാൽപാദം തറയിലമർത്താൻ പാടുപെട്ടായിരുന്നു ചന്ദ്രമൗലിയുടെ ഇരിപ്പ്. മഴക്കോട്ടിട്ട പോലീസുകാർ റോഡിലിറങ്ങി നിന്ന് ചൂടുകാപ്പി ഊതിക്കുടിച്ച് മഴ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രമൗലിയുടെ ഇടത് കൈയിലെ വിലങ്ങ് വണ്ടിയുടെ റൂഫിലെ കമ്പിയുമായി ചേർത്ത് ബന്ധിച്ചിരുന്നു. നിനക്ക് കാപ്പി വേണോ മൗലി? ചന്ദ്രമൗലിയുടെ എതിരെയിരുന്ന പ്രായം ചെന്ന പോലീസുകാരൻ മൗലിയെ നോക്കി. ചന്ദ്രമൗലി അനങ്ങിയില്ല. ചന്ദ്രമൗലി ആ ചോദ്യം കേട്ടോ എന്നുപോലും ആ പോലീസുകാരന് സംശയം തോന്നി. അയാൾ പുറത്തേക്കിറങ്ങിപ്പോയി. സുമോ വാനിനുള്ളിൽ ചന്ദ്രമൗലി മാത്രമായി. അടുത്ത നിമിഷം സുമോയുടെ ഡോർ തുറന്ന് ഒരു പോലീസുകാരൻ ധൃതിയിൽ അകത്തേക്ക് കയറി. മൗലി. അയാൾ അടക്കിയ സ്വരത്തിൽ വിളിച്ചു. ചന്ദ്രമൗലി അനങ്ങിയില്ല. മൗലി. അയാൾ മൗലിയുടെ കാൽമുട്ടുകളിൽ പിടിച്ചുകുലുക്കി. പതിയെ തലയുയർത്തി ചന്ദ്രമൗലി അയാളെ ഒന്ന് നോക്കി. തുറക്കാൻ കഴിയാത്ത വലതു കണ്ണ് മാത്രം കൊണ്ടുള്ള നോട്ടം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പോലീസുകാരൻ അല്പം കൂടി മുന്നോട്ട് ആഞ്ഞിരുന്നു. എൻ്റെ പേര് ഷറഫലി. ഞാൻ DYSP കുരുവിള സാറ് പറഞ്ഞിട്ട് വരുവാ. തിരുമൂർത്തി കുന്നിലെത്തിയാൽ ആ പെണ്ണിൻ്റെ ശവം മാന്തിയെടുക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും. ആരും കാണാതെ നിന്റെ വിലങ്ങ് ഞാൻ അഴിക്കും. ചന്ദ്രമൗലിയുടെ വലതു കണ്ണിൽ ഒരു പിടച്ചിലുണ്ടായി. പോലീസുകാരൻ ചുറ്റും നോക്കി. ഞങ്ങൾ കുറെ പോലീസുകാർ അനങ്ങില്ല. പിന്നെ നിന്റെ മിടുക്കുപോലിരിക്കും. തിരുമൂർത്തി കുന്നിൻ്റെ അതിരിൽ അമരാവതി പുഴ. അത് കടന്ന് നീ അപ്പുറം ചെല്ലണം. ഉദുമൽപേട്ടയിലേക്ക് തിരിയുന്ന വഴിയിൽ ഒരു പഴയ മറ്റഡോർ ടെമ്പോ വാൻ കിടപ്പുണ്ടാവും. വണ്ടി അണ്ടർ റിപ്പയറിംഗ് ആണെന്നറിയിക്കാൻ വണ്ടിയുടെ മുന്നിലും പിന്നിലും കമ്മ്യൂണിസ്റ്റ് പച്ച ഒടിച്ചു കുത്തിയിട്ടുണ്ട്. വണ്ടിയുടെ സ്വിച്ച് കീ ഫ്രണ്ട് നമ്പർ പ്ലേറ്റിന് പിന്നിലായി സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. അതെടുത്ത് നീ പോയിക്കോ. ബാക്കിയെല്ലാം പടച്ചവന്റെ കയ്യിൽ. ചന്ദ്രമൗലിയെ ഒന്നുകൂടി നോക്കിയിട്ട് അയാൾ ഡോർ തുറന്ന് വീശിയടിക്കുന്ന മഴയിലേക്കിറങ്ങി. അധ്യായം 19. തലകുനിച്ച് ചന്ദ്രമൗലി 1-2 നിമിഷം കൂടി അങ്ങനെയിരുന്നു. രക്ഷപ്പെടാൻ ഒരു വഴിയാണ് DYSP കുരുവിള സാർ ഷറഫലി എന്ന പോലീസുകാരനിലൂടെ തുറന്നു തന്നിരിക്കുന്നത്. ഈ സമയം മഴയിലേക്കിറങ്ങിയ ഷറഫലി നേരെ വാഹനവ്യൂഹത്തിന്റെ പിന്നിലേക്ക് നടന്നു.
ഏറ്റവും പിന്നിലായി ജയമോഹൻ തമ്പിയുടെ ഫോർച്യൂണർ കിടപ്പുണ്ടായിരുന്നു. അതിനുള്ളിൽ ജയമോഹൻ തമ്പിയും SP ശങ്കർ മനനും സർക്കിൾ ഇൻസ്പെക്ടർ മാർട്ടിനും ആംഡ് ബറ്റാലിയനിലെ 2 പോലീസുകാരും. അവരുടെ കയ്യിൽ റൈഫിളുകളുണ്ടായിരുന്നു. ഷറഫലി പതിയെ വണ്ടിയുടെ ജനൽ ചില്ലിൽ തട്ടി. പവർ വിൻഡോ പതിയെ താഴ്ന്നു വന്നു. SP ശങ്കർ മനൻ്റെ മുഖം ഷറഫലി കണ്ടു. മഴച്ചാറ്റലടിച്ച് നനഞ്ഞു തുടങ്ങിയ മുഖം ടവൽ കൊണ്ട് തുടച്ചുകൊണ്ട് SP ഷറഫലിയെ നോക്കി. എന്തായി ഷറഫേ? പറഞ്ഞോ അവനോട് കാര്യങ്ങൾ? പറഞ്ഞു. എന്നിട്ട്? ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ മനസ്സിൽ രക്ഷപ്പെടാനുള്ള സ്കെച്ച് വരയ്ക്കുകയാവും കള്ളനായിൻ്റെ മോൻ. കയ്യിലെ ഗ്ലാസ്സിലെ റെമി മാർട്ടിൻ ജയമോഹൻ തമ്പി ഒറ്റ വലിക്ക് കുടിച്ചു. നിങ്ങൾ വിലങ്ങഴിച്ചു വിട്ടാൽ മതി ഷറഫേ. രക്ഷപ്പെടാനുള്ള പ്രാണപരാക്രമത്തിനിടെ അവനെതേ ഈ ടൈഗർ സാറിൻ്റെ ഒന്നാന്തരം ഷൂട്ടർമാർ ടപ്പ് ടപ്പേന്ന് വെടിവെച്ച് പൊട്ടിച്ചു കളയും. ക്രിസ്മസിന് മാലപ്പടക്കം പൊട്ടുന്ന മാതിരി തൂക്കിയെടുത്ത് അമരാവതി പുഴയിൽ ഒഴുക്കണം. കേരള തമിഴ്നാട് അതിർത്തിയിലൂടെ അവൻ 2-3 ദിവസം നീന്തി നടക്കട്ടെ. പിന്നെ മീൻ കൊത്തി കൂടുവെച്ച ചന്ദ്രമൗലിയുടെ ശരീരം മുതലമടയിൽ പൊതുദർശനത്തിന് വെച്ച് വേലാണ്ടിക്കളത്തിലെ ചുടലക്കാട്ടിൽ വെച്ച് എരിയിക്കണം. ഹോ, ആവേശം കൊണ്ട് പല്ല് ഞർമാതൻ്റെ ജയമോഹന. SP ശങ്കർ മനൻ്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. പവർ വിൻഡോ ഉയർന്നു. മാർട്ടിനെ. SP തല തിരിച്ച് സർക്കിൾ ഇൻസ്പെക്ടറെ നോക്കി. താനും ഈ പിള്ളേരും കൂടി പുറത്തോട്ടിറങ്ങി മഴ കാണ്. ഞങ്ങൾ കുറച്ച് സ്വകാര്യം പറയട്ടെ. CI മാർട്ടിനും പോലീസുകാരും പുറത്തേക്കിറങ്ങി. SP ശങ്കർ മനൻ വണ്ടിയുടെ ഡോർ വലിച്ചടച്ചു. എന്നിട്ട് തിരിഞ്ഞ് ജയമോഹൻ തമ്പിയെ നോക്കി. അപ്പം എങ്ങനാ നമ്മൾ തമ്മിലുള്ള ഇടപാട്? പാലക്കാട് പണിയുന്ന 3 സ്റ്റാർ അപ്പാർട്ട്മെൻറ്റിൽ ഒരെണ്ണം എൻ്റെ വൈഫിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു തരാം എന്ന് ജയമോഹൻ പറഞ്ഞു. നല്ല കാര്യം. പക്ഷേ മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒന്നുകൂടി ഉണ്ട്. ജയമോഹൻ തമ്പിയുടെ കണ്ണുകളിൽ ഒരു കുസൃതി ചിരിയുണ്ടായി. സാറ് ചിലങ്കയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഉവ്, നമ്മുടെ ഡാൻസുകാരി പെണ്ണുങ്ങൾ കാലിൽ കെട്ടുന്ന വലിയ കൊലുസല്ലിയോ? അതല്ല സാറേ, മറ്റേ ചിലങ്ക, മൗലിയുടെ. ഓ, അവൻ്റെ ചരക്ക്. ഒന്ന് കാണണം സാറേ. ജയമോഹൻ തമ്പിയുടെ കണ്ണുകളിൽ ആസക്തിയുടെ ഒരു തീക്കനൽ തിളക്കമുണ്ടായി. അവളൊരു പെണ്ണ. ബൈക്ക് അപകടത്തിൽ പരിക്ക് പറ്റി നടുവിന് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു പോയ എൻ്റെ അനുജൻ അനന്തമോഹൻ തമ്പിക്ക് വേണ്ടി ഞാൻ അവളെ കല്യാണം ആലോചിക്കുക. വീൽചെയറിലിരുന്ന് അവൻ അവൾക്ക് താലി കെട്ടും. മറയ്ക്ക് ഒരനിയൻ അല്ലേ? ശങ്കർ മനൻ ചിരിച്ചു. അതെ. കീഴ്ചുണ്ടിലേക്ക് ഇറ്റുനിന്ന മദ്യം പുറം കൈകൊണ്ട് ജയമോഹൻ തമ്പി തുടച്ചു കളഞ്ഞു. അവളെ പൊന്നുപോലെ കെയർ ചെയ്യുന്ന ചന്ദ്രമൗലിയെ മാത്രമേ അവൾക്കറിയൂ. വേട്ടയാടി രസിക്കുന്ന കരുത്തന്മാരെ അവൾക്കറിയില്ല. ഇരയുടെ വേദന കേൾക്കാൻ കാതില്ലാത്ത സിംഹങ്ങളെയും അറിയില്ല. അറിയും അവൾ. ഒരു പുരുഷൻ്റെ മസിൽ പവറിന് താഴെ ഒരു പെണ്ണിൻ്റെ ഒരായുസിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും ചതഞ്ഞരഞ്ഞ് പേസ്റ്റ് പോലെയാവുന്നത്. ജയമോഹൻ തമ്പി ഉണർവോടെ ഒന്നുകൂടി നിവർന്നിരുന്നു. അവളുടെ ആദ്യ രാത്രി ഞാൻ അവളുടെ കഴുത്തിൽ പകൽ എൻ്റെ അനുജൻ കെട്ടിയ താലി അഴിച്ചുവെക്കും. പിന്നെ ഞാനവൾക്ക് ഒരു തുകൽ ബെൽറ്റ് കൊടുക്കും കഴുത്തിൽ. അനുസരണയുള്ള നായയ്ക്ക് യജമാനൻ കഴുത്തിലിട്ട് നൽകുന്ന അധികാരത്തിൻ്റെ തോൽക്കരുത്ത്. പിന്നെ ആയുഷ്കാലം എൻ്റെയും തൻ്റെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയുമൊക്കെ ഭാര്യയായിട്ട് ചിലങ്ക കഴിഞ്ഞോളും. വൺ ഡേ വൈഫ്, മൈ മൂൺ, എവരിബഡീസ് മൂൺ. ജയമോഹൻ തമ്പി ഉച്ചത്തിലൊന്ന് ചിരിച്ചു. വാഹനവ്യൂഹം പതുക്കെ നീങ്ങിത്തുടങ്ങിയിരുന്നു. ചന്ദ്രമൗലിയെ കയറ്റിയിരുന്ന സുമോ വാനിൻ്റെ ഡ്രൈവർ സെൽവരാജനായിരുന്നു. തിരുമൂർത്തി കുന്നുകളിലേക്കുള്ള വഴി കൃത്യമായി അറിയാമായിരുന്നത്. ഗോവിന്ദപുരം സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഒപ്പം കൂട്ടിയതായിരുന്നു സെൽവരാജിനെ. വലതുവശത്തെ ഇൻഡിക്കേറ്റർ മിന്നിച്ചുകൊണ്ട് ചന്ദ്രമൗലി കയറിയ സുമോ റോഡിലേക്ക് തിരിഞ്ഞു കയറി. ചന്ദ്രമൗലി പിന്നിലെ വിൻഷീൽഡിലൂടെ പുറത്തേക്ക് നോക്കി. തന്നോട് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ ഷറഫലി എന്ന പോലീസുകാരനൊപ്പം നിൽക്കുന്നത് CI മാർട്ടിനാണോ? അതെ. ചന്ദ്രമൗലിയുടെ നെഞ്ചിനുള്ളിലൂടൊരു മിന്നലൊളി ഇടംവലം പൊളഞ്ഞുപോയി. സംശയിക്കണോ? അടുത്ത നിമിഷം ചന്ദ്രമൗലി ഒന്ന് തലവെട്ടിച്ചു. ഏയ്, ചതി അല്ലേ? മാർട്ടിൻ്റെ കൂടെ അവരുടെ ആളായി നിന്നെങ്കിൽ മാത്രമല്ലേ ഷറഫലിക്ക് താക്കോൽ കൈവശപ്പെടുത്തി തന്നെ രക്ഷപ്പെടുത്താനാവൂ. വാഹനവ്യൂഹം ഒന്നാകെ ചലിച്ചു തുടങ്ങിയിരുന്നു. ഫോർച്യൂണർ റോഡരികിൽ ഒതുക്കിയിട്ട് ജയമോഹൻ തമ്പി SP-യുടെ ബൊലീറോ ജീപ്പിൽ കയറി. തിരുമൂർത്തി കുന്നുകളുടെ ഉച്ചിയിൽ നിന്ന് കലങ്ങിമറിഞ്ഞ മഴവെള്ളം താഴേക്ക് പാഞ്ഞൊഴുകി വരുന്നുണ്ടായിരുന്നു. 4 കിലോമീറ്റർ ദൂരം താണ്ടി അമരാവതി വനത്തിലെത്താൻ 1.5 മണിക്കൂർ സമയമെടുത്തു. അവിടെ നിന്ന് വീരശൽവ വനത്തിൻ്റെ അതിര് തിരിക്കുന്ന ഇരളൻ കൊല്ലിയുടെ അടുത്തേക്ക് വണ്ടികൾ നിന്നു. CI മാർട്ടിൻ മഴയിലൂടെ നടന്ന് ചന്ദ്രമൗലിയെ ഇരുത്തിയിരിക്കുന്ന സുമോ വാനിനടുത്തെത്തി. ആ നായിൻ്റെ മോനെ ഇറക്കിക്കൊണ്ടുവാ. ഇനി നടക്കണം 4-5 കിലോമീറ്റർ.
സുമോയുടെ പിൻവാതിൽ തുറന്ന് ചന്ദ്രമൗലിയെ പോലീസുകാർ പിടിച്ച് മഴയിലേക്കിറങ്ങി. സീനിയർ സിവിൽ ഓഫീസർ ഔസേപ്പ് മാമനായിരുന്നു ചന്ദ്രമൗലിയുടെ കയ്യിൽ പിടിച്ചിരുന്നത്. സുമോയുടെ സീറ്റിനടിയിൽ നിന്ന് 2 വള്ളിച്ചെരുപ്പുകൾ ഔസേപ്പ് എടുത്ത് മഴയിലേക്കിട്ടു. ഇതിട്ടോ മൗലി, നീ കാട്ടുവഴിയിലൂടെ നടക്കേണ്ടതല്ലേ? CI മാർട്ടിൻ അത് കണ്ടു. ഒരു കുതിപ്പിന് മാർട്ടിൻ ചന്ദ്രമൗലിയുടെ മുന്നിലെത്തി. പിന്നെ ചെരുപ്പ് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. പിന്നെ പുല്ല് ഇടാത്ത കുഴപ്പമാ. എടോ ഔസേപ്പേ. മാർട്ടിൻ തലതിരിച്ച് ഔസേപ്പിനെ നോക്കി. കൂടുതൽ സ്നേഹമുണ്ടാക്കണ്ട. തൻ്റെ മോള് റോസമ്മയുടെ മറ്റവനൊന്നുമല്ലല്ലോ ഇവൻ, താൻ ഇത്ര സ്നേഹം കാണിക്കാൻ. അടിയേറ്റതുപോലെ ഔസേപ്പിൻ്റെ മുഖം വിളറിപ്പോയി. ചന്ദ്രമൗലി തലതിരിച്ച് അയാളെ അലിവോടെ ഒന്ന് നോക്കി. ഔസേപ്പ് ചേട്ടാ. പതിഞ്ഞതെങ്കിലും ഉറച്ചതായിരുന്നു ചന്ദ്രമൗലിയുടെ സ്വരം. എനിക്ക് വേണ്ടി ചേട്ടൻ വെറുതെ ചീത്ത കേൾക്കാൻ നിൽക്കണ്ട. അതും അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഇത്തരം പേ പിടിച്ച നായിൻ്റെ മോന്മാരുടെ. എടാ. CI മാർട്ടിൻ കൈയൊങ്ങിക്കൊണ്ട് മൗലിയുടെ നേരെ വന്നു. വേണോ നിനക്ക്? നീ പോ മാർട്ടിനെ. മൗലി നിസ്സാരമായി ചിരിച്ചു. നീ ഇന്നലെ രാത്രി എന്നോട് കാണിച്ചതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലല്ലോ. മൗലിയെ വേദനിപ്പിച്ച് ഭയപ്പെടുത്താമെന്ന് കരുതണ്ട നീയൊന്നും. ശരീരവും മനസ്സും വേദനിക്കുമ്പോൾ മൗലി ഓർക്കുന്നത് ശത്രുക്കളുടെ മുഖമാ. വേദനയ്ക്ക് മുന്നിൽ ഞാൻ തോറ്റാൽ, എൻ്റെ കണ്ണു നിറഞ്ഞാൽ ജയിക്കുന്നത് എൻ്റെ ശത്രുക്കളായിരിക്കും. അങ്ങനെ ഒരു നായിൻ്റെ മക്കളെയും ജയിപ്പിക്കാൻ എനിക്ക് തൽക്കാലം ഉദ്ദേശമില്ല. നീ പ്രസംഗിച്ചോട പുല്ലേ. മാർട്ടിൻ്റെ മുഖത്ത് അർത്ഥഗർഭമായ ഒരു ചിരിയുണ്ടായി. അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്ന. കുറച്ചു കഴിയുമ്പം നിന്റെ നാവ് ചത്തുപോവും. കണ്ടോ കളി. ചന്ദ്രമൗലിയുടെ ഇമകൾ ഒന്ന് ചിമ്മിയടഞ്ഞു. മാർട്ടിൻ്റെ ആ വാക്കുകൾക്ക് പിന്നിൽ ആയുധങ്ങളുമായി ആരൊക്കെയോ പതിയിരിപ്പുണ്ടെന്ന് മൗലിക്ക് തോന്നി. മാർട്ടിനെ. ചന്ദ്രമൗലി പതിയെ തലയുയർത്തി CI മാർട്ടിനെ നോക്കി. കൊന്ന പെണ്ണിനെ എവിടെ കുഴിച്ചിട്ടതെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്തത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ കൊന്നിട്ടില്ല. അത് എനിക്കുമറിയാം, നിനക്കുമറിയാം. കൊല്ലാത്ത ഞാൻ പെണ്ണിനെ എവിടെ കുഴിച്ചിട്ടതെന്ന് എങ്ങനെ പറയും മാർട്ടിനെ? മാർട്ടിൻ്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. നീ പറയാതെ തന്നെ ഞങ്ങളത് കണ്ടുപിടിച്ചല്ലോ. അതാണ് അതിശയം. വേദനയ്ക്കിടയിലും ചന്ദ്രമൗലിയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ കവടി നിരത്തുന്ന ഇടപാടുണ്ടോ മാർട്ടിനെ? നിന്റെ അപ്പൻ വിഴിഞ്ഞംകാരൻ മുണ്ടൻ സേവി എന്ന സേവിയറിന് മീൻപിടുത്തമായിരുന്നു പണിയെന്ന ഞാൻ കേട്ടിട്ടുള്ളത്. കക്കാവാരി കവടി നിരത്താണെന്ന് ഇപ്പോഴാ എനിക്ക് പിടികിട്ടിയത്. എടാ. മാർട്ടിൻ അലറിക്കൊണ്ട് മുന്നോട്ട് വന്നു. എടോ. പിന്നിൽ നിന്ന് വിളി വന്നു. പിടിച്ചു നിർത്തിയതുപോലെ മാർട്ടിൻ നിന്നു. SP ശങ്കർ മന്നൻ മഴക്കോട്ടിട്ട് വരുന്നുണ്ടായിരുന്നു. അടുത്ത അടമഴയ്ക്ക് മുൻപ് മല കയറാൻ നോക്കടോ. സർ. 28 പേരടങ്ങുന്ന പോലീസ് സംഘം തിരുമൂർത്തി കുന്നുകളിലേക്കുള്ള കയറ്റം കയറാൻ തുടങ്ങി. കാലിൻ്റെ പത്തി മുങ്ങാൻ തക്ക കലക്കവെള്ളം കാട്ടുപാതയിലുണ്ടായിരുന്നു. എൻ്റെ ജയ, ഇതൊരുമാതിരി കൊണാട്ട് പ്ലേസിലെ ഇടപാടായിപ്പോയി. നടക്കുന്നതിനിടെ SP ശങ്കർ മന്നൻ തലതിരിച്ച് ജയമോഹൻ തമ്പിയെ നോക്കി. ആ പുല്ലിനെ ആ വേലാണ്ടി വനത്തിലെങ്ങാനും കുഴിച്ചിട്ടിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ചരച്ചു കയറ്റി നടക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? വേലാണ്ടി വനത്തിൽ കുഴിച്ചിടാൻ തന്നെ കൊണ്ടുപോയത്. അന്നേരമാ ഈ നാറി അതുവഴി വന്നത്. പിന്നെ വിജയചന്ദ്രനെ വിളിച്ചപ്പോൾ വിജയന പറഞ്ഞത് കേരളത്തിന് പുറത്ത് കുഴിയെടുത്ത് മൂടാൻ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാ ചെയ്തത്. നടക്കുന്നതിനിടെ ചന്ദ്രമൗലി പതിയെ തലതിരിച്ച് ഷറഫലി എന്ന പോലീസുകാരനെ നോക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോഴെല്ലാം ഷറഫലി CI മാർട്ടിൻ്റെ ഒപ്പം തന്നെയുണ്ട്. ഷറഫലിയുടെ ഇൻസേർട്ട് ചെയ്ത ഷർട്ടിൻ്റെ ഇടുപ്പിനുള്ളിൽ എന്തോ ഒന്ന് മുഴച്ചു നിൽക്കുന്നതുപോലെ ചന്ദ്രമൗലിക്ക് തോന്നി. സഹജവാസന കൊണ്ട് ചന്ദ്രമൗലിയുടെ തലച്ചോറിൽ നിന്ന് ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നു. അത് ഒരു റിവോൾവറാണ്. ഒരു കോൺസ്റ്റബിളിന് ഒരിക്കലും സർവീസ് റിവോൾവറില്ല. ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നത് തന്നെ 303 റൈഫിളാണ്. വസ്ത്രത്തിനുള്ളിൽ ആയുധം ഒളിപ്പിച്ച ഷറഫലി മറ്റെന്തൊക്കെയോ കൂടി ഒളിപ്പിക്കുന്നുവെന്ന് ഉറപ്പാണ്. നേരിയ ഒരാപത്ശങ്ക തണുത്ത കാറ്റുപോലെ ചന്ദ്രമൗലിയുടെ ഹൃദയത്തിനു മീതെ തട്ടുന്നുണ്ടായിരുന്നു. 1 മണിക്കൂർ നേരത്തെ നടത്തം. ഇരുളൻ കൊല്ലിയുടെ അതിര് തിരിക്കുന്നിടത്ത് രഘുപതിയും 4-5 ഗുണ്ടകളും നിൽപ്പുണ്ടായിരുന്നു. ചന്ദ്രമൗലിയുടെ വരവ് കണ്ട് അവരുടെ മുഖത്തൊരു ചിരിയുണ്ടായി. CI മാർട്ടിൻ നേരെ രഘുപതിയുടെയും കൂട്ടരുടെയും മുന്നിലെത്തി. എവിടാടെ പുല്ലന്മാരെ കുഴിച്ചിട്ടിരിക്കുന്നത് അവളെ? ദേ, ആ കാട്ടുള്ളിച്ചെടികൾ കൂട്ടം കൂടി നിൽക്കുന്നില്ലേ? അതിൻ്റെ അടിയില. CI മാർട്ടിൻ തിരിഞ്ഞു. പിന്നെ പോലീസുകാർക്ക് സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് നേരെ SP-യുടെ മുന്നിലെത്തി. സാറേ, ദേ അവിടാ. എവിടെങ്കിലും ആവട്ടെടോ. ശങ്കർ മന്നൻ ചിരിച്ചു. പോലീസുകാരോട് മാന്താൻ പറ. ഷറഫിനെ വിളിച്ച് താൻ ബാക്കി ഓപ്പറേറ്റ് ചെയ്യ. നനഞ്ഞ മണ്ണിലേക്ക് നോക്കി ഒരു പാറക്കഷ്ണത്തിലിരിക്കുകയായിരുന്നു ചന്ദ്രമൗലി. വിരൽ വണ്ണത്തിൽ അടിയേറ്റ് ചതഞ്ഞുപോയ കാൽവെള്ള ചെളിവെള്ളം കയറി നീറുന്നുണ്ട്.
മൗലി, സീനിയർ സിവിൽ ഓഫീസർ ഔസേപ്പ് ചന്ദ്രമൗലിയുടെ അരികിലേക്ക് വന്നു. എന്തൊക്കെയോ ചില അടക്കം പറച്ചിലുകൾ നടക്കുന്നുണ്ട്. സത്യത്തിൽ ശവം മാന്തിയെടുക്കലല്ല അവരുടെ ലക്ഷ്യം. നനഞ്ഞു കുഴിഞ്ഞ പച്ച മണ്ണിനു മീതെ 4-5 മൺവെട്ടികൾ ഒന്നിച്ചു കാർന്നിറങ്ങുന്നത് മൗലി കണ്ടു. മണ്ണും കാട്ടുള്ളിച്ചെടികളും ഒന്നിച്ചു ചിതറിപ്പോകുന്നു. എന്തായാലും നീയൊന്ന് കരുതി നിന്നോ മൗലി, എനിക്കെന്തോ ഒരു പന്തുകേട് മണക്കുന്നു. ദൂരെ നിന്ന് ഷറഫലി നടന്നു വരുന്നത് ചന്ദ്രമൗലി കണ്ടു. ഔസേപ്പ് സാറിനെ മാട്ടൻ സാറ് വിളിക്കുന്നു. ചന്ദ്രമൗലിയെ ഒന്നുകൂടി നോക്കിയിട്ട് ഔസേപ്പ് തിരിഞ്ഞു. ചിരിച്ചുകൊണ്ട് ഷറഫലി ചന്ദ്രമൗലിയെ നോക്കി. വിലങ്ങിൻ്റെ കീ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ വിലങ്ങഴിക്കും പറഞ്ഞുകൊണ്ട് ഷറഫലി പതിയെ താക്കോലെടുത്ത് ചന്ദ്രമൗലിയുടെ വിലങ്ങഴിച്ചു. ഇനി ചന്ദ്രമൗലി പുഞ്ചിരിയോടെ ഷറഫലിയെ നോക്കി. നീ ഓടടാ, ഷറഫലി തിരക്കുകൂട്ടി. എന്നിട്ട് വേണമല്ലോ എല്ലാവർക്കും ചേർന്ന് എന്നെ പിന്നിൽ നിന്ന് വെടിവെച്ച് വീഴ്ത്താൻ അല്ലേ? ചന്ദ്രമൗലി ചിരിച്ചു. ഷറഫലി കിടുങ്ങിപ്പോയി. സാറേ, ചന്ദ്രമൗലി കുതിപ്പിന് ഷറഫിൻ്റെ ബെൽറ്റിൽ പിടിച്ച് മുൻപോട്ട് വളച്ചു. സാറിൻ്റെ ഇടുപ്പിലിരിക്കുന്ന ഈ സൂത്രം ഞാൻ എടുക്കുവോ കേട്ടോ? ഷറഫലിയുടെ ഷർട്ട് വലിച്ചുയർത്തി മിന്നൽ വേഗത്തിൽ ചന്ദ്രമൗലി തോക്കെടുത്തു. മൗലി, മിണ്ടരുത്. ചന്ദ്രമൗലി തോക്കിൻ്റെ കുഴൽ ഷറഫലിയുടെ പൊക്കിളിനു മീതെ കുത്തി. മൗലി, ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാ. ഷറഫലിയുടെ തൊണ്ടയിലെ വെള്ളം പറ്റി. രക്ഷകന്റെ ആട്ടിൻതോൽ ജാക്കറ്റിനടിയിൽ ഒരു ചെന്നായിയുടെ കണ്ണുകളുടെ തിളക്കം ഞാൻ കണ്ടതുകൊണ്ടാ നിന്റെ പൊട്ടാസ് കുഴലിൻ്റെ തുമ്പ് നിന്റെ പൊക്കിളിൻ്റെ പുറത്തിരിക്കുന്നത്. പണ്ട് നക്സൽ വർഗീസിനെ തീർത്തിട്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്ന് എഴുതി ഫയൽ ക്ലോസ് ചെയ്തതുപോലെ എന്നെ ഉണ്ടാക്കാമെന്ന് കരുതി അല്ലേ? നടക്കു പുല്ലേ. ചന്ദ്രമൗലി ഷറഫലിയെ പതിയെ തിരിച്ചു. നിന്റെയൊക്കെ SP ടൈഗർ ശങ്കറിൻ്റെ നേരെ നടക്ക്. കടുവകളെ വേട്ടയാടുന്നത് എങ്ങനെയാണെന്ന് മൗലി അവന് പറഞ്ഞു കൊടുക്കാം. ശങ്കർ സാറേ, ചന്ദ്രമൗലി ഉറക്കെ വിളിച്ചു. ഇടിമുഴക്കത്തിൻ്റെ ഗർജനം പോലെയായിരുന്നു ചന്ദ്രമൗലിയുടെ വിളിയൊച്ച. എല്ലാവരും വെട്ടിത്തിരിഞ്ഞു. സോനയുടെ കുഴിമാടത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്ന മൺവെട്ടികളും നിശ്ചലമായി. SP ശങ്കർ മന്നൻ്റെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു വെട്ടി. വിലങ്ങഴിച്ചു വിട്ടിട്ട് ചന്ദ്രമൗലിയെ വേട്ടയാടി കൊല്ലണം അല്ലേ പുല്ലന്മാരെ? ചന്ദ്രമൗലിയുടെ മിഴികൾ കത്തി. ചൂരൽ വടികൊണ്ടുള്ള അടിയേറ്റ് വിരൽ വീതിയിൽ പൊട്ടിയ കാൽപാദം തറയിൽ അമർത്തിച്ചവിട്ടി. നന്നേ പണിപ്പെട്ടായിരുന്നു ചന്ദ്രമൗലിയുടെ നിൽപ്പ്. രക്ഷാദൂതുമായി വന്ന ചെന്നായിയുടെ പള്ളയ്ക്ക കുഴലിൻ്റെ കുറ്റി ഇപ്പോൾ പൊട്ടിക്കട്ടെ സാറേ. സഹപ്രവർത്തകന്റെ ശരീരം നാളെ പാലക്കാട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച് ആകാശത്തേക്ക് ഉണ്ട പൊട്ടിച്ചു കളിക്കാം. പൊട്ടിക്കടാ. ശങ്കർ മന്നന്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായി. തോക്കിൻ്റെ അകത്ത് ഉണ്ടയുണ്ടെങ്കിലല്ലേ വെടിപൊട്ടു. നീ പൊട്ടിക്കടാ. ശങ്കർ മന്നൻ വീണ്ടും ചിരിച്ചു. മോനെ മൗലി, നീ റൗഡിയാണെങ്കിൽ ഞാൻ പോലീസാ. വെറും പോലീസല്ല, ബുദ്ധിയുള്ള പോലീസ്. ഷറഫലിക്ക് ആത്മവിശ്വാസം കൊടുക്കാനായി അവൻ്റെ അരയിൽ ഒരു തോക്കും വെച്ച് പുലിക്കൂടിൻ്റെ കൊളുത്തെടുക്കാൻ വിട്ടപ്പം ഇത്തരമൊരു ട്വിസ്റ്റ് ശങ്കർ മന്നൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാലിയായ സിലിണ്ടറുള്ള തോക്കുമായിട്ടാ ഷറഫിനെ ഞാൻ വിട്ടത്. എന്നുവെച്ചാൽ അവൻ്റെ പള്ളയ്ക്ക് നീ കുത്തിയിരിക്കുന്നത് ഓട്ടക്കുഴലാണെന്ന്. ചന്ദ്രമൗലിയുടെ നെഞ്ചിനുള്ളിൽ ഒരു കുടുക്കമുണ്ടായി. പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന 303 റൈഫിളുകളുടെ കുഴലുകൾ തൻ്റെ നേരെ ഉയരുന്നത് ചന്ദ്രമൗലി കണ്ടു. ഷറഫേ, ശങ്കർ മന്നൻ ഷറഫലിയെ നോക്കി. AR ക്യാമ്പിൻ്റെ അഭിമാനമല്ലേടാ നീയ്? മലർത്തിയടിക്കുക അവനെ. ശങ്കർ മന്നൻ പറഞ്ഞു തീർന്നതും ഷറഫലി മുന്നോട്ട് കുനിഞ്ഞു. പിന്നെ തൻ്റെ തലയ്ക്ക് മീതെ കൂടി ചന്ദ്രമൗലിയെ ഉയർത്തി തറയിലേക്കിട്ടു. ഫയർ. ശങ്കർ മന്നൻ്റെ അലർച്ച കേട്ടു. അടുത്ത നിമിഷം വെടിപൊട്ടി. തറയിൽ നിന്ന് നനഞ്ഞ മണ്ണ് ചിതറുന്നത് മാത്രമേ കണ്ടുള്ളൂ. നനഞ്ഞ കരിയിലകൾക്ക് മീതെ കൂടി ചന്ദ്രമൗലി വേഗത്തിൽ ഉരുണ്ടുകൊണ്ടിരുന്നു. മൺതിട്ടയ്ക്ക് താഴെയുള്ള അമരാവതി പുഴയുടെ തിളക്കമായിരുന്നു കണ്ണിൽ. മിന്നൽ പോലെ ചന്ദ്രമൗലി തറയിൽ കൈകുത്തി എണീറ്റു. പിന്നെ ചീറ്റപ്പുലിയെപ്പോലെ മുൻപോട്ട് കുതിച്ചു. ഷൂട്ട് ഹിം. ശങ്കർ മന്നൻ്റെ അലർച്ച വീണ്ടും കേട്ടു. വായുവിലൂടെ പറന്ന് ചന്ദ്രമൗലി പുഴയിലേക്ക് ചാടി. അടുത്ത നിമിഷം ചുമലിലും മുതുകിലും എന്തോ തറച്ചു കയറിയതുപോലെ ചന്ദ്രമൗലിക്ക് തോന്നി. വെടിയുണ്ടകളാണ്. ചോര ചിതറി താഴേക്ക് പോകുന്നത് കണ്ടു. വട്ടം കറങ്ങി പാഞ്ഞൊഴുകുന്ന അമരാവതി പുഴയിലേക്ക് ചന്ദ്രമൗലി വീണു. അമ്മേ. ചോര കലർന്ന പുഴവെള്ളം വായിലേക്ക് ഇരച്ചു കയറുന്നതിന് മുൻപ് അവസാനമായി ചന്ദ്രമൗലി ഒന്ന് വിളിച്ചു. പിന്നെ ചുഴിക്കൊപ്പം വട്ടം കറങ്ങി പുഴയിലേക്ക് താണുപോയി. SP ശങ്കർ മന്നനും പോലീസുകാരും 60 അടി ഉയരത്തിൽ മണൽത്തിട്ടയിൽ നിരന്നു നിൽപ്പുണ്ടായിരുന്നു. പുഴയിലേക്ക് തലനീട്ടി നിൽക്കുന്ന തേരകത്തിൻ്റെ ഇലകളിൽ നിന്ന് ഒരു തുള്ളി കൊഴുത്ത ചോര ഇറുന്ന് പുഴയിലേക്ക് വീഴുന്നത് SP ശങ്കർ മന്നൻ കണ്ടു. ഇടതു കൈയുടെ തള്ളവിരൽ കൊണ്ട് മീശത്തുമ്പ് ഉയർത്തിക്കൊണ്ട് SP ശങ്കർ മന്നൻ തിരിഞ്ഞു പോലീസുകാരെ നോക്കി. റിപ്പോർട്ട് ദ കാഷ്വാലിറ്റി.
പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെട്ട ചന്ദ്രമൗലി പുഴയിൽ വീണു മരിച്ചു. മാരകമായി പരിക്കേറ്റ 4 പോലീസുകാർ ആശുപത്രിയിൽ. ഷറഫെ, 3 പേരെയും കൂട്ടി പോയി ഫസ്റ്റ് എയ്ഡ് എടുക്ക. അധ്യായം 20. രാത്രി ഏറെ വൈകിയാണ് മുതലമടയിൽ വിവരമെത്തിയത്. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ചന്ദ്രമൗലി തിരുമൂർത്തി കുന്നുകളിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. മൃതശരീരത്തിനു വേണ്ടി പോലീസ് രാത്രി വൈകിയും അമരാവതി പുഴയിൽ തെരച്ചിൽ തുടരുകയാണ്. കുമാരൻകുട്ടിയുടെ തട്ടുകടയിലെ വലിയ ദോശക്കല്ലിന് മീതേക്ക് വെള്ളത്തുള്ളികൾ ചിതറി വീണ് പുകഞ്ഞുപോയി. കടയുടെ പലക വിടവിന് അപ്പുറം മഴ ആർത്തു പെയ്യുന്നത് കാണാമായിരുന്നു. ദൂരെ നിന്ന് ഒരു വാഹനത്തിന്റെ പ്രകാശം കണ്ടു. അതിൽ നിന്ന് അക്ബർ അലിയും ദേവരാജനും ആന്റണിയും ഇറങ്ങി. 3 പേരുടെയും കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. പോലീസ് വിട്ടയച്ച ഗോപിക്കുട്ടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മഴയിലൂടെ ഓടി 3 പേരും കുമാരൻകുട്ടിയുടെ കടയിലേക്ക് കയറി. കേട്ടത് ശരിയാണോ ആന്റണി? കുമാരൻകുട്ടി 3 പേരെയും മാറി മാറി നോക്കി. നമ്മുടെ മൗലി. ആന്റണിയുടെ കണ്ണുകളിലെ ചോരഞ്ഞരമ്പുകൾ ഒന്ന് പിടച്ചു. കൊന്നുകളഞ്ഞതാ ആ നായിൻ്റെ മക്കള് മനഃപൂർവ്വം. എന്നിട്ട് പോലീസിനെ ആക്രമിച്ചു എന്നൊരു കഥയും. അപ്പം കേട്ടത് ശരിയാ അല്ലേ? കുമാരൻകുട്ടിയുടെ കണ്ണുകൾ തുളുമ്പി. ഇത് ആ പെങ്കൊച്ച് എങ്ങനെ സഹിക്കും? ചിലങ്ക, 2 പേരും കൂടി മിക്ക ദിവസവും സന്ധ്യയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നതാ ഉള്ളിവട തിന്നാൻ. പകരം വീട്ടും ചേട്ടാ ഞങ്ങള്. വെറുതെ ഇരിക്കത്തില്ല, ഉറപ്പ്. മൗലിക്ക് വേണ്ടി മരിക്കാനും മടിയില്ലാത്ത കൂട്ടുകാരാ ഞങ്ങള്. ആന്റണിയുടെ ശബ്ദത്തിൽ ആവേശത്തിന്റെ ഒരു കിതപ്പുണ്ടായിരുന്നു. ഇന്ന് രാത്രി പലതും നടക്കും, ചേട്ടൻ കണ്ടോ? ഒന്ന് നിർത്തിയിട്ട് ആന്റണി പതിയെ തിരിഞ്ഞു. 2-3 കേസ് മിനറൽ വാട്ടർ എടുത്തു വെക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? എടുത്തു വെച്ചിട്ടുണ്ടോ? രാത്രിയിൽ തന്നെ മൗലിയുടെ അമ്മയ്ക്കും പെങ്ങൾക്കും എത്തിച്ചു കൊടുക്കാനാ. അവരോട് പറയണ്ടേ ആന്റണി വിവരം? കുമാരൻകുട്ടി വേദനയോടെ ആന്റണിയെയും കൂട്ടുകാരെയും നോക്കി. പറയണം, പറയാം, പതിയെ മതി. അല്ലെങ്കിൽ വനത്തിൽ ആ പാവം അമ്മയും മോളും ആത്മഹത്യ ചെയ്യും. ആന്റണി പതിയെ തിരിഞ്ഞു. ഞാനും അക്ബറും പാലക്കാട് വരെ പോവുക. ഗോപിക്കുട്ടനെ കൂട്ടിക്കൊണ്ടുവരണം. ഒരു 11 മണി കഴിയുമ്പം ഞങ്ങൾ ഇതുവഴി വരാം. കുറച്ച് ദോശ കൂടി എടുത്തു വെച്ചേക്ക്. മിനറൽ വാട്ടർ കേസുകളും അന്നേരം എടുത്തോളാം. വണ്ടിയിൽ വച്ചുകൊണ്ടു പോയാൽ ആരെങ്കിലും കണ്ടാൽ സംശയം തോന്നും. അറിയാമല്ലോ, ഇനി മറ്റവന്മാരുടെ ടാർഗറ്റ് മൗലിയുടെ അമ്മയും പെങ്ങളുമായിരിക്കും. അത് നേരാ. കുമാരൻകുട്ടി ഭീതിയോടെ തലകുലുക്കി. വാടാ അക്ബറെ. അക്ബർ അലിയെ കൂട്ടി ആന്റണി ചെന്ന് ജീപ്പിൽ കയറി. ജീപ്പ് റോഡിലേക്ക് റിവേഴ്സ് എടുത്ത് തിരിഞ്ഞു. പിന്നെ പാലക്കാട് റൂട്ടിലേക്ക് പോയി. നീ എന്താടാ ദേവ പോവാഞ്ഞത്? കുമാരൻകുട്ടി നെറ്റി ചുളിച്ച് ദേവരാജനെ നോക്കി. ഓ, എന്നാത്തിനാ ഇനി? ചതഞ്ഞ മട്ടിലുള്ള ഒരു മറുപടിയായിരുന്നു ദേവരാജൻ്റേത്. ഫസ്റ്റ് അങ്ങനെ തന്നെ വേണമെടാ പറയാൻ. കുമാരൻകുട്ടിയുടെ കണ്ണുകൾ കൂർത്തു. ചേട്ടൻ ചുമ്മാ ആവശ്യമില്ലാത്തത് പറയാതെ ഒരു കാപ്പി ഇങ്ങോട്ടെടുക്ക്. പോയവര് പോയി. ദേവരാജൻ തല വെട്ടിച്ചു. നിന്റെയൊക്കെ ദേഹത്ത് ഒരു തുള്ളി ചോര പോലും പൊടിയാതെ കൊണ്ടു നടന്നവനാ മൗലി. അവൻ ചത്തത്തോടെ നിന്റെയൊക്കെ ഉത്തരവാദിത്വം തീർന്നു. അല്ലേടാ നന്ദി കെട്ടനായേ. കുമാരൻകുട്ടി പൊട്ടിത്തെറിച്ചു. എണീക്കടം മറ്റവനെ. നിനക്കിവിടുന്ന് കാപ്പിയുമില്ല, ഒരു കോപമില്ല. ചേട്ടാ. ദേവരാജൻ പകച്ചുപോയി. ഇറങ്ങിപ്പോവാനാ പറഞ്ഞത്. കുമാരൻകുട്ടി മഴയിലേക്ക് കൈ ചൂണ്ടി. നീയൊക്കെ ഇന്നലെ വരെ മൗലി മൗലിന്ന് വിളിച്ച് കൂടെ നടന്നിട്ട് പോയവൻ പോയി എന്ന് അല്ലേ? എങ്ങനെ പറയാൻ തോന്നിയടാ നിനക്കിത്? നീ ആന്റണിയെ കണ്ടുപിടിക്ക്. മൗലിയുടെ കൂടെ അവൻ കൂടിയിട്ട് ഒരൊറ്റ കൊല്ലമേ ആയിട്ടുള്ളൂ. പക്ഷേ ചങ്ക് പറിച്ച് അവൻ കൊടുക്കും. അതാ ആത്മാർത്ഥത. ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ. സ്വയം ന്യായീകരിക്കാൻ ദേവരാജൻ ഒരു ശ്രമം കൂടി നടത്തി നോക്കി. നീ ഒരു പുല്ലും പറയണ്ട. മഴ തോരണതുവരെ നീ ഇവിടെ നിന്നോ. അതും ചന്ദ്രമൗലിയുടെ പഴയ സുഹൃത്താണെന്ന ഒറ്റ പരിഗണനയിൽ. പോരുകോഴിയെപ്പോലെ ദേവരാജൻ 1-2 നിമിഷം കുമാരൻകുട്ടിയെ നോക്കി നിന്നു. പിന്നെ ചായക്കടയുടെ വാതിൽക്കലേക്ക് നീങ്ങി നിന്നു. ദേവരാജൻ എന്തോ കാര്യത്തിൽ വല്ലാതെ അസ്വസ്ഥനാണെന്ന് കുമാരൻകുട്ടിക്ക് തോന്നി. മഴയിലേക്ക് തുരുതുര നഖം കടിച്ച് തുപ്പുന്നുണ്ട്. ഇടയ്ക്ക് ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് ഏതോ നമ്പർ കുത്തി കാതോട് ചേർക്കുന്നു. ഇല്ല, വേണ്ട, ഇപ്പം പറ്റത്തില്ല. സംസാരിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനല്ലല്ല. ഞാനിപ്പോൾ വിളിക്കാം. കുമാരൻകുട്ടി കാണുന്നുണ്ടോ എന്ന് ഭയന്നിട്ട് ദേവരാജൻ ധൃതിയിൽ ഫോൺ വെച്ചു. തിരിഞ്ഞതും ദേവരാജൻ ഞെട്ടിപ്പോയി. തൊട്ടുപിന്നിൽ കുമാരൻകുട്ടി നിൽക്കുന്നു. എന്താ? ദേവരാജന്റെ മുഖത്ത് ഒരു പതർച്ചയുണ്ടായി. നീ ഇപ്പം ആരെയെ വിളിച്ചത്? കുമാരൻകുട്ടി ദേവരാജന്റെ കണ്ണുകളിലേക്ക് ചുഴിഞ്ഞു നോക്കി. എന്താ? അല്ല, ഒന്നറിയാൻ. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. എന്തു ബുദ്ധിമുട്ട്? ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചത്.
ഭാര്യയോട് സംസാരിക്കാൻ പറ്റാത്ത എന്ത് സിറ്റുവേഷനാടാ ഇവിടെ ഇപ്പം ഉള്ളത്? ഇടിയും മിന്നലും ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുകൊണ്ട് ദേവരാജൻ അല്പം കൂടി പുറത്തേക്ക് ഇറങ്ങി നിന്നു. മഴ. കുമാരൻകുട്ടി ഒന്നുകൂടി തെമിട്ടി. നിന്റെ ഭാര്യയുടെ 2 കിഡ്നിയും ഇപ്പം റണ്ണിങ് കണ്ടീഷനിലാണല്ലോ അല്ലേ? കുമാരൻകുട്ടിയും വാതിൽക്കലേക്ക് നീങ്ങി നിന്നു. അതെ. എന്താ? ദേവരാജൻ അമ്പരപ്പോടെ തിരിഞ്ഞു. അല്ല, നിന്റെ ഭാര്യ രേണുകയ്ക്ക് കിഡ്നി മാറ്റിവെക്കുന്നതിനും ഡയാലിസിസിന് പണമുണ്ടാക്കുന്നതിനുമായി ഓടി നടന്ന ഒരുത്തന ഇന്നിപ്പം ജീവനില്ലാതെ ഒരു പുഴയിൽ ഒഴുകി നടക്കുന്നത്. ചന്ദ്രമൗലി, അതോർക്കുന്നുണ്ടോ എന്നറിയാൻ ചോദിച്ചതാ. ദേവരാജന്റെ മുഖം വിളറിപ്പോയി. മനുഷ്യൻ ചത്താൽ തീരുന്നതല്ലടാ കടപ്പാട്. ഒരു കൊച്ചു ചായക്കടക്കാരനായ എനിക്കതറിയാം. ഇത്രയും ലോകം കണ്ട നിനക്കൊന്നും അതറിയാൻ വയ്യാതെ പോയല്ലോടാ. ദേവരാജൻ ഒരു നിമിഷം കൂടി കുമാരൻകുട്ടിയെ തുറച്ചുനോക്കി നിന്നു. പിന്നെ മഴയിലേക്ക് ഇറങ്ങി നടന്നു. ഒരു മിന്നലുണ്ടായി. നീല വെളിച്ചത്തിൽ ദേവരാജൻ കൈയും വീശി നടന്നു പോകുന്നത് കുമാരൻകുട്ടിക്ക് കാണാമായിരുന്നു. അടുത്ത ഭാഗം നാളെ.